أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين، أما بعد. സഹോദരന്മാരെ, സ്നേഹിതന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അഅ്മാലുകളെ ഈമാൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് തർത്തീബാക്കി തന്നിരിക്കുന്നത്. നാം സാധാരണ ദീനുൽ ഇസ്ലാമിനെ 5 കാര്യങ്ങളായി എണ്ണാറുണ്ട്. അതിലൊന്നാമത്തത് ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ് ഷഹാദ. രണ്ടാമത്തത് ഷഹാദത്തിനെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ളതാണ്. ഷഹാദത്ത് നഷ്ടപ്പെട്ടു പോകാതെ മരണം വരെ അതിനെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ളതാണ്. 3, 4, 5 3 കാര്യങ്ങൾ നിസ്കാരത്തെ ശക്തിപ്പെടുത്താനുള്ളതാണ്. സക്കാത്തിൻ്റെ ബന്ധം നിസ്കാരവുമായിട്ടാണ്. അഖീമുസ്സലാ വ ആതു സക്ക. നോമ്പിന് ബന്ധം നിസ്കാരവുമായിട്ടാണ്. ഹജ്ജിന് ബന്ധം നിസ്കാരവുമായിട്ടാണ്. നിസ്കാരത്തിന് ബന്ധം ഷഹാദത്തുമായിട്ടാണ്. ഖുൽ ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദിനി വ അഖിമിസ് സ്വലാത്ത ലിദിക്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല 23 കൊല്ലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ റിസാലത്ത് പൂർത്തിയാക്കാനുള്ള സമയം അനുവദിച്ചു കൊടുത്തത്. 22 കൊല്ലവും ചില്ലറ മാസങ്ങളും. അതിലേറ്റവും കൂടുതൽ സമയമെടുത്തത് ഷഹാദ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. 11 കൊല്ലം എടുത്തു. 11 വർഷം, സുദീർഘമായ 11 വർഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ എടുത്തു. ഈ സന്ദർഭത്തിൽ നിസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല, ഹജ്ജില്ല, ഒന്നുമില്ല. അഅ്മാലുകൾ തർത്തീബായിട്ടില്ല. നാൽപ്പതാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. ആ നുബുവത്തിൻ്റെ പരിശീലനം, നുബുവത്തിൻ്റെ പേരിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് നൽകിയ തർബിയത്ത് ഏതാണ്ട് 2-3 കൊല്ലം നീണ്ടുപോയി. അത് കഴിഞ്ഞ് റിസാലത്ത് നൽകുകയാണ്. അതെ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ എന്ന ആയത്തിലൂടെ നുബുവത്ത് നൽകി. സൂറത്ത് മുദ്ദസ്സിറിലൂടെ റിസാലത്തും നൽകി. നുബുവത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളുടെ വരാൻ പോകുന്ന ദൗത്യം പൂർത്തിയാക്കാൻ ആവശ്യമായ തർബിയത്തിന് വേണ്ടിയുള്ളതാണ്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല. ഓ മുഹമ്മദ് നബി, രാത്രി എഴുന്നേറ്റിട്ട് നിസ്കരിക്കണം, കുറച്ച് സമയം. നിസ്ഫഹു, വല്ലപ്പോഴുമായിട്ട് പകുതി, രാത്രി പകുതിയും നിസ്കരിക്കണം. അവൻ കുസ്മിൻഹു ഖലീല, വല്ലപ്പോഴും ആ പകുതിയിൽ നിന്ന് കുറച്ച് കുറക്കാം. ഔ സിദ് അലൈഹി, ചിലപ്പോഴൊക്കെ പൂർണ്ണമായി പകുതിയിലധികവും നിസ്കരിച്ചിട്ട് സമയം ചെലവഴിക്കണം. എന്തിനാ കാര്യം? ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, ഒരു ഭാരമേറിയ ഉത്തരവാദിത്തം നിങ്ങളെ ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നുണ്ട്. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല തർബിയത്ത് കൊടുക്കുകയാണ്. റിസാലത്ത് ഏറ്റെടുക്കാനും ആ റിസാലത്തുമായി ബന്ധപ്പെട്ട സകല വിഷയങ്ങളെയും സ്വയം വഹിക്കാനും പരിശീലനം കൊടുക്കുകയാണ് അല്ലാഹു തആല.
റിപ്പോർട്ട് അനുസരിച്ച് ഒരഭിപ്രായത്തിൽ 2-3 കൊല്ലം നീണ്ടുപോയി. അതിൽ കുറവാണെന്നോ അഭിപ്രായക്കാരുണ്ട്. റിസാലത്ത് നൽകി അല്ലാഹു തആല പറഞ്ഞതാണ്, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ. സമയമായി പ്രവാചകരെ, എഴുന്നേൽക്ക്, താക്കീത് നൽകുക. ഈ 3 കൊല്ലം നൽകിയ പരിശീലനത്തിൻ്റെ പരസ്യമായ പ്രഖ്യാപനത്തിൻ്റെ ആഹ്വാനമാണത്. ഖും ഫഅൻദിർ. എന്താണ്, ആരോടാണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്? തുടക്കമാർക്കും ഒരു പ്രശ്നമായിരിക്കുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഒരു പ്രശ്നം തന്നെയായിരുന്നു തുടക്കം. ഒന്നും ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതല്ലല്ലോ. ഒരു മനുഷ്യനായ പ്രവാചകനെ മനുഷ്യരിലേക്ക് നിയോഗിച്ച് അല്ലാഹു തആല ഘട്ടം ഘട്ടമായി പരിശീലിപ്പിച്ച് കൊണ്ടുവരുമല്ലേ. അല്ലാഹു തആല പറഞ്ഞു, വഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ. വിഷമിക്കണ്ട, അടുത്ത കുടുംബക്കാരെ വിളിച്ചിട്ട് ഈ കാര്യം അങ്ങ് പറഞ്ഞാൽ മതി. അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പാടുകൾ ഉണ്ടാക്കി. താരീഖിൻ്റെ ഉലമാക്കൾ എഴുതിയിരിക്കുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ഒരു സൽക്കാരം വീട്ടിലുണ്ടാക്കി. അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, നീ എല്ലാവരും ഒന്ന് വിളിക്ക്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ, കുടുംബക്കാരെയൊക്കെ. അബൂലഹബ് അടക്കമുള്ളവർ പങ്കെടുത്തു ആ സൽക്കാരത്തിൽ. സൽക്കാരെല്ലാം കഴിഞ്ഞിട്ട് കാര്യങ്ങൾ പറയാമെന്നായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ വിചാരിച്ചത്. പക്ഷെ എന്തോ പന്തികേട് തോന്നിയപ്പോൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ അബൂലഹബ് സ്ഥലം വിട്ടു. ആകെ പാളി. ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നത്, ഇബ്നു സഅദിനെ പോലെയുള്ള ആൾക്കാർ രേഖപ്പെടുത്തിയിരിക്കുന്ന അങ്ങനെയാണ്. വീണ്ടും ഒരു സൽക്കാരം വെച്ചു. അതിൽ തന്ത്രപരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആദ്യം കുടിക്കാനൊക്കെ കൊടുത്തു, ഭക്ഷണം പിന്നെ വാത് കഴിഞ്ഞിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സദസ്സിൽ വെച്ച് കാര്യങ്ങൾ പറഞ്ഞു. റബ്ബുൽ ആലമീനായ അല്ലാഹു എന്നെ റസൂലാക്കി നിയോഗിച്ചിരിക്കുകയാണ്. നിങ്ങളാണ് എൻ്റെ കുടുംബക്കാർ, നിങ്ങളെന്നോട് സഹകരിക്കണം. അബൂലഹബ് പൊട്ടിത്തെറിച്ചു. ഇത് പറയാനാണെന്നും പറഞ്ഞിട്ട് അബൂലഹബ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. 3ാമത്തെ തവണയാണ് സഫാ മലയുടെ മുകളിൽ കയറി. എല്ലാം അല്ലാഹു തആല അതാത് സമയത്ത് തർബിയത്ത് കൊടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഒന്നും യാദൃച്ഛികമായി സംഭവിക്കുകയല്ല, എല്ലാം മനുഷ്യ സഹജമായി സംഭവിക്കുകയാണ്. സഫാ മലയുടെ മുകളിൽ കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ വിളിക്കുകയാണ് ഖുറൈശി സമൂഹത്തെ, അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളെ, അബ്ദുഷംസിൻ്റെ മക്കളെ, ഹാഷിമിൻ്റെ മക്കളെ. ആരും വിളി കേൾക്കുന്നില്ല, ആരും വരുന്നില്ല. നേരത്തെയുള്ള പരിപാടി തന്നെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കി അധികാളും മാറി നിന്നു. അവസാനം മുത്തലിബിൻ്റെ മക്കളെ വിളിച്ചു. ആ സമയത്ത് ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ അഭിമാനത്തിൻ്റെ പ്രശ്നമായി കണ്ടു. ആരും മുഹമ്മദിൻ്റെ വിളി കേട്ടിട്ട് ഉത്തരം ചെയ്ത് വരുന്നില്ല. ഇത് മോശമാണ്, നമ്മുടെ തറവാട്ടിന് മോശമാണ്. അങ്ങനെയാണ് അടുത്ത ബന്ധുക്കൾ ആ സദസ്സിൽ പങ്കെടുക്കുന്നത്. ഒരു കുടുംബത്തെ തറവാട്ട് മഹിമ വല്ലാതെ വാനോളം പുകഴ്ത്തി നടക്കുന്നവരായിരുന്നു. ഇന്നത്തെ സംഘടന പോലെ അന്നത്തെ കബീലകൾ, ഖുറൈശി തറവാട്ട് മഹിമ. ഇന്ന് സംഘടനകൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന സമൂഹം. അന്ന് തറവാട്ടിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചക്കും ചെയ്യും, അതേപോലെ തന്നെ കടുകെടുത്ത് നടപടി എടുക്കും. തറവാടാണ് അവർക്ക് വിഷയം, കുടുംബമാണ് വിഷയം, ഗോത്രമാണ് വിഷയം. ഗോത്രങ്ങൾ നമ്മുടെ നാട്ടിലെ ഓരോ സ്റ്റേറ്റിന് തുല്യമാണ്. മൊത്തത്തിൽ ഖുറൈശികൾ, ഉദാഹരണം പറയാം ഇന്ത്യ പോലെ, അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റുകൾ, കേരളം പോലെ, തമിഴ്നാട്, കർണാടക പോലെ ഖുറൈശി ആകുന്ന ഒരു ദേശം, ഒരു പ്രദേശം, അതിൻ്റെ സ്റ്റേറ്റുകളാണ് ഓരോ ഗോത്രക്കാർ. ഓരോ ഗോത്രത്തിനും സെപ്പറേറ്റ് ഭരണ സംവിധാനങ്ങളുണ്ട്. ഓരോ ഗോത്രത്തിനും അതിന് നേതാക്കന്മാരുണ്ട്, ലീഡേഴ്സുണ്ട്, അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. ഓരോ ഗോത്രത്തിനും വ്യത്യസ്ത നിയമങ്ങളുണ്ട്. ഇവിടെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ വിവരമില്ലാത്തവർ ഖുറൈശി സമൂഹത്തെ പൊട്ടന്മാരും മടയന്മാരും
ഒക്കെ ആയിട്ട് അവതരിപ്പിക്കാറുണ്ട്. ഇത് ഷിയാക്കളാണ് മിക്കവാറും അത് ചെയ്യാറ്. കാരണം അവർ പൊട്ടന്മാരും അവർ വിവരമില്ലാത്തവരുമാണ്. അവർക്ക് അല്പസ്വല്പമൊക്കെ എന്തെങ്കിലും ബുദ്ധി പറഞ്ഞു കൊടുക്കാനാണ് മുഹമ്മദ് നബി വന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങളായ ഞങ്ങൾക്ക് നിങ്ങൾ ദേവത്വം നടത്തണ്ട എന്ന് ഇവിടുത്തെ ഷിയാക്കൾ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടുത്തെ ഷിയാക്കൾക്ക് അവരുടെ ജാറ സിദ്ധാന്തം മുന്നോട്ട് പോകണമെങ്കിൽ ഖുറൈശികൾ വിവരമില്ലാത്ത പൊട്ടന്മാരാണെന്ന് സമർത്ഥിക്കണം. അല്ല, ഒരിക്കലും അല്ല. ഭൂലോകത്ത് ഇത്ര സമർത്ഥന്മാരായൊരു സമൂഹം ഉണ്ടായിട്ടില്ല ഖുറൈശികളെപ്പോലെ. അഷ്റഫുൽ ഹക്കിൻ്റെ തറവാടാണ്, മനസ്സിലാക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരക്കുട്ടികളാണ്. അവർ മോശക്കാരോ? അവർ മടയന്മാരോ? ഇപ്പം മടയന്മാരെ കുടുംബത്തിലാണ് നബി തങ്ങൾ ജനിച്ചതെന്നോ? എന്തൊക്കെ ഈ പറയുന്നത്? ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് തുല്യമാണ് ഖുറൈശികൾ എന്ന് വരുത്തി തീർക്കുകയാണ് ഷിയാക്കൾ. എന്തിനു വേണ്ടിയിട്ട്? പ്രാഥമികമായി ദീനുൽ ഇസ്ലാമിൻ്റെ അലിഫ്ബാത്ത പഠിപ്പിക്കാനാണ് മുഹമ്മദ് നബി വന്നതെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. ഒന്നല്ല, വലിയ പ്രഗത്ഭന്മാരാണ്. അബൂ താലിബ് വലിയ പണ്ഡിതനും വലിയ കവിയും അറബി സാഹിത്യ സാമ്രാട്ടുമാണ് അബൂ താലിബ്. ഖത്താബിൻ്റെ മകൻ ഉമർ വലിയ അറബി പണ്ഡിതനാണ്, വലിയ കവിയാണ്, നിമിഷ കവിയാണ്, ധീരനാണ്. കാര്യങ്ങളൊക്കെ അടുക്കും ചിട്ടയോടുകൂടി ഖുറൈശി തറവാട്ടിൽ ബനു അദീ ഗോത്രത്തെ നയിക്കുന്ന ആളാണ്. ഖുറൈശികളെപ്പറ്റി വളരെ മോശമായി ഓർണലിസ്റ്റുകൾ പഠിപ്പിച്ചു കൊടുത്തു. എന്തിനറിയാം? മുഹമ്മദ് നബിനെ കൊച്ചാക്കാനാണത്, ദീനുൽ ഇസ്ലാമിനെ കൊച്ചാക്കാനാണത്. നമ്മൾ തിരുത്തണം. പണ്ഡിതന്മാരൊന്നും അത് തിരുത്തുന്നില്ല. പണ്ഡിതന്മാർക്ക് ഒന്നും ഇത് അറിയുകയും ചെയ്യില്ല. പണ്ഡിതന്മാരെല്ലാം ഏറ്റു പറയുന്നവരാണ്. എന്താണ് ഈ ഡാർക്ക് ഏജ്? ആരിട്ട പേരാണ് ഡാർക്ക് ഏജ്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തെ മോഡേൺ ഹിസ്റ്ററിക്കാർ പേരിട്ടു. എന്താണ് പേരിട്ടത്? യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതട സംസ്കാരം, അല്ലേ? സ്കൂളിൽ സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുന്നത് അങ്ങനെയല്ലേ? എന്താ നൂഹി കാലഘട്ടം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്? നൂഹി കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തേണ്ടി വരും. ഇസ്ലാമിനെയും നൂഹ് നബിൻ്റെ റിസാലത്തിനെയും മറച്ചു വെക്കാനാണ് മോഡേൺ ഹിസ്റ്ററിക്കാരൻ യൂഫ്രട്ടീസ് സംസ്കാരം എന്നാക്കി മാറ്റിയത്. ഇസ്ലാം ചർച്ചയിൽ വരാൻ പാടില്ല. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തെ ബാബിലോണിയൻ സംസ്കാരം എന്നാണ് പറയുക. ചരിത്രത്തിൽ അങ്ങനെയാണ് പഠിപ്പിക്കുക മോഡേൺ ഹിസ്റ്ററിക്കാരൻ. എന്താ ഇബ്രാഹിം ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്? ഇബ്രാഹിം ആ കാലഘട്ടം പറയുമ്പോൾ ഇസ്ലാമിൻ്റെ ചർച്ച വരും. ഇസ്ലാം അന്നൊന്നും ഇല്ല എന്ന് സ്ഥാപിക്കണം. അതാണ് മോഡേൺ ഹിസ്റ്ററിക്കാരൻ്റെ താല്പര്യം. അന്ന് ഇസ്ലാം ഇല്ല. ഇസ്ലാം മുഹമ്മദ് കൊണ്ടുവന്ന ഒരു പുതിയ ആശയമാണ്, മുഹമ്മദിൻ്റെ വകയുള്ളതാണെന്ന് വെറ്റി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഹദ്റത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തെ എന്താ മൂസ കാലഘട്ടം എന്ന് പറയാൻ ബുദ്ധിമുട്ട്? മൂസ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇസ്ലാം ചർച്ചയിലേക്ക് വരും. അതിനെന്ത് ചെയ്തത്? നൈൽ നദീതട സംസ്കാരം എന്ന് പേരിട്ടു. നല്ല ഡ്രസ്സായല്ലോ, പൗരാണിക സംസ്കാരം. ഇതൊക്കെ നമ്മുടെ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്ന ഇസ്ലാം പാർട്ടിക്കാർ ഇതിലൊക്കെ പൊക്കി നടക്കുകയും ചെയ്യും. ഒന്നും തിരുത്താൻ തയ്യാറാവില്ല. അവർക്കൊക്കെ മോഡേൺ ഹിസ്റ്ററിയും മോഡേൺ സയൻസുമാണ് ഇസ്ലാമിന് പകരമുള്ളത് അവരുടെ കയ്യിൽ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിന് മോഡേൺ ഹിസ്റ്ററിക്കാരൻ പേരിട്ടത് എന്താണ്? ഗ്രീക്ക് സംസ്കാരം. നല്ല പേരാണല്ലോ. ഗ്രീക്ക് സംസ്കാരത്തെ പറ്റുന്നിട്ട് ഭയങ്കരമായ മധുഹുകളും. ഗ്രീക്ക് ഫിലോസഫി എന്ന് വെച്ചിട്ട് ഫിലോസഫി തന്നെ നല്ല പേരുണ്ട്. വലിയ വലിയ മഹത്വങ്ങൾ പറയാൻ. എന്താ കാര്യം? ഈസാ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ കാലഘട്ടമായിട്ട് മാറും. ഇതെല്ലാം വലിയ വലിയ സംസ്കാരത്തിൻ്റെ വലിയ ഫിലോസഫികളുടെ കാലഘട്ടമായി കണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തെ പരിചയപ്പെടുത്താൻ ഫിലോസഫിക്കാരൻ ഉപയോഗിച്ചത് എന്താണ്? ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗം. പലപ്പോഴും പഠിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച്. ഇരുണ്ട യുഗം. ആ ഇരുണ്ട യുഗത്തിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന പൊട്ടന്മാർക്ക് അള്ള ഉണ്ട് എന്ന് പറയാൻ വന്ന ഒരു മുസ്ലിയാരാണ് മുഹമ്മദ് നബി എന്ന് വെറ്റി തീർക്കാൻ. ഇതൊന്നും സമൂഹ മധ്യത്തിൽ തിരുത്താൻ ആരും തയ്യാറില്ല. സംഘടനകളും തയ്യാറില്ല, മോഡേൺ സംഘടനകളും തയ്യാറില്ല. ദീനുൽ ഇസ്ലാമിൻ്റെ അഡ്രസ്സിൽ രാഷ്ട്രീയം പറയുന്നവരും ആരും തയ്യാറല്ല. ഇതൊന്നും അത് പറഞ്ഞാൽ നമ്മൾ പഴഞ്ചന്മാരായി പോകുന്നൊരു വിഷമ പേടി ജമാഅത്ത് ഇസ്ലാമിക്കാരടക്കം. എല്ലാം മോഡേൺ സയൻസും മോഡേൺ ഹിസ്റ്ററിയും വെച്ചിട്ട് ഞങ്ങളാണ് വലിയ മിടുക്കന്മാർ എന്ന് വരുത്തി തീർക്കാൻ.
ചരിത്രത്തിൽ ഖുറൈശി കാലഘട്ടം പോലെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ചരിത്രത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലെ നമ്രൂദി യുഗമായാലും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലെ ഫറോവ യുഗമായാലും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലെ പുരോഹിത യുഗമായാലും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലെ ഇസ്രായേലി യുഗമായാലും ഖുറൈശി യുഗത്തിന് കടിഞ്ഞാനിടാനോ അല്ലെങ്കിൽ പകരം വെക്കാനോ പറ്റിയൊരു സമൂഹം ഉണ്ടായിട്ടില്ല ലോകത്ത്. അതിന് തെളിവാണല്ലോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രണ്ട് മക്കൾ ഇസ്ഹാഖ് നബി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പാരമ്പര്യത്തിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരെ 10,000-കണക്കിന് പ്രവാചകന്മാർ വന്നു, 100-കണക്കിന് റസൂലുകൾ വന്നു. ഇസ്ഹാഖിൻ്റെയും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും കാലത്തിനിടയിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തആല വിവാഹം കഴിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ മക്കളുണ്ടായില്ല. കാരണം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോടുകൂടി ഇസ്രായേലി യുഗം അവസാനിച്ചു. ഇനി അതിനെ ഏറ്റെടുക്കാൻ മക്കളില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആൺമക്കളെ കൊടുത്തു. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പെല്ലാം ആ മക്കളെല്ലാം അള്ളാഹു തആല മരിപ്പിച്ചു. കാരണം മുഹമ്മദ് നബിക്ക് ശേഷവും ഇനി റിസാലത്തിൻ്റെയും നുബുവത്തിൻ്റെയും അവകാശികളായിട്ട് ആരും വരാൻ പാടില്ല. ഈസാ നബിക്ക് ശേഷം മക്കളില്ല, മുഹമ്മദ് നബിക്ക് ശേഷം ആൺമക്കളാരും ജീവിച്ചിരിപ്പില്ല. ക്ലോസ് ചെയ്തു അള്ളാഹു തആല, രണ്ട് ഭാഗത്തും ക്ലോസ് ചെയ്തു, നുബുവത്തും റിസാലത്തും. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ആദ്യമായിട്ട് വരുന്നതാണ് ഇസ്മായിൽ സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബത്തിൽ ആദ്യത്തേതും അവസാനത്തേതുമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അള്ളാഹു തആല അവരെ അവഗണിച്ചതാണോ? ഇബ്രാഹിമിൻ്റെ മക്കളെ, കഅബാലയത്തിൻ്റെ പാറാവുകാരെ അള്ളാഹു അവഗണിച്ചതാണോ? അവർ പൊട്ടന്മാരായിട്ട് തന്നെ ജീവിച്ചോട്ടെ, അവർക്ക് നബിയും വേണ്ട റസൂലും വേണ്ടെന്ന് അള്ളാഹു തീരുമാനിച്ചതാണോ? അതോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ ഇസ്മായിലി പാരമ്പര്യം സമ്പുഷ്ടവും ഉത്കൃഷ്ടവുമാണ്, അവരാരും ഇബ്രാഹിം ഈ പാതയിൽ നിന്ന് തെറ്റിയിട്ടില്ല, ഉറച്ചു നിന്നു അവർ 4000 കൊല്ലത്തോളം. അതുകൊണ്ടൊരു നബി ആവശ്യമായി വന്നില്ല, ഒരു റസൂൽ ആവശ്യമായി വന്നില്ല. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഒരു നബിൻ്റെയും റസൂലിൻ്റെ ആവശ്യമുണ്ടായില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്താണോ വജഅലഹ കലിമത്തൻ എന്താണ് ബാക്കിയത്തൻ, അലാഖിബിഹി, അതന്നെ. അല്ല എന്താണ് അലാഖിബിഹി എന്നുള്ള വാക്കിൻ്റെ മായന? ഖിയാമത്ത് നാൾ വരെയും ഇബ്രാഹിം ഈ ദൗത്യം നശിച്ചിട്ടുമില്ല. അത് ബാക്കിയാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമിലൂടെ. അതിന് തിരഞ്ഞെടുത്തത് ഇസ്മായിലി പാരമ്പര്യമാണ്. ഖിയാമത്ത് നാൾ വരെ മുഹമ്മദി ഉമ്മത്തിനെയും ആണ്. ഒരു നബി വന്നില്ല, ഒരു റസൂല് വന്നില്ല. അതേസമയം മറുഭാഗത്ത് അങ്ങനെയല്ല, 100-കണക്കിന് റസൂലുകളാണ്. ഒരു റസൂല് വരും, ആ റസൂല് അള്ളാഹു ആണ് റബ്ബ് എന്ന് അംഗീകരിക്കുന്നതിന് പകരം അള്ളാഹുവിനോടൊപ്പം ഇലാഹുകളെ നിശ്ചയിച്ച് ഉസൈറിനെ പോലെ, ഈസാ നബിനെ പോലെ, മറിയം ബീവിനെ പോലെ ആയിരക്കണക്കിന് ഔലിയാക്കളെയും മഹാന്മാരെയും ഇടക്ക് വെച്ച് തൗഹീദ് ബാത്തിലാക്കി ജീവിക്കും. ആദ്യം ഒരു റസൂലിനേക്കും, ആ റസൂല് മരിച്ചാൽ വീണ്ടും പഴയതിലേക്ക് തന്നെ പോവും, ജാറത്തിലേക്ക് തന്നെ പോവും. വീണ്ടും റസൂല് വരും, ആ ജാറെല്ലാം ഒഴിവാക്കി വീണ്ടും അള്ളാഹുലേക്ക് തിരിക്കും. ആ റസൂല് വഫാത്താകലോടുകൂടി വീണ്ടും ജാറത്തിലേക്കും. ആ കൂട്ടത്തിന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യലാണ്. ഉസൈറിനെ സെലക്ട് ചെയ്തതുപോലെ, പലതിനെയും സെലക്ട് ചെയ്തതുപോലെ. അങ്ങനെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൽ എത്തുന്നത് ആ ഭാഗം. എന്നാൽ ഇപ്പുറത്തോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്തൊരു നബിയോ റസൂലോ അടക്കമതായിട്ട് ചരിത്രത്തിലെ ഒരു കിതാബും കാണിച്ചു തരാൻ കഴിയില്ല. അത്ര സമ്പുഷ്ടമായിരുന്നു ഖുറൈശി പാരമ്പര്യം. തൗഹീദിലാണ്, ഇസ്ലാമിലാണ്, ഇബ്രാഹിമി ശരീഅത്തിലാണ്, ഇബ്രാഹിമി മില്ലത്തിലാണ്. അല്ലാഹു അക്ബർ. ഇവരാണോ പൊട്ടന്മാർ? ഇവരാണോ ബുദ്ധിയില്ലാത്തവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
റസൂലായിട്ട് വന്നപ്പോൾ പൂർവികരായ പ്രവാചകന്മാരുടെ ദൗത്യം റബ്ബുനല്ലാഹ്, അള്ളാഹുവാണ് നമ്മുടെ റബ്ബ്, അത് ജീവിച്ച് തെളിയിക്കുകയായിരുന്നു. അള്ളാഹുവാണ് റബ്ബ് എന്ന് അംഗീകരിക്കുന്നതിനോടൊപ്പം അള്ളാഹുവിലേക്ക് ചെന്നു ചേരാൻ മഹാന്മാർ ആവശ്യമാണ് എന്ന ചിന്താഗതിയിലൂടെയാണ് ഇബ്രാഹിമി മില്ലത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത്. അതുണ്ടാക്കിയത് ഖുസൈ എന്ന ഉപ്പാപ്പയാണ്, അഷ്റഫുൽ ഹക്കിൻ്റെ 5ാമത്തെ ഉപ്പാപ്പ. ബിസിനസ്സിന് വേണ്ടിയാണ് ജാറം തുടങ്ങിയത്. ഹബ്ലുല്ലാഹില സിറിയയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ജാറത്തിൻ്റെ പകർപ്പ് കഅബാലയത്തിൻ്റെ പരിസരത്ത് വെച്ച് സിറിയയിൽ നിന്ന് മക്കയിലേക്ക് കച്ചവടത്തിന് വേണ്ടി വരുന്നവരെ ആകർഷിച്ച് ലാഭമുണ്ടാക്കാൻ മെനക്കെട്ടതാണ്. കൊണ്ടോട്ടി നേർച്ച പോലെ. കൊണ്ടോട്ടി നേർച്ചക്ക് ഇന്നത്തെ മാതിരി ജാറമോ മരിച്ചുപോയ മഹാനൊന്നും കൊണ്ടോട്ടി നേർച്ചയ്ക്കില്ല. യമനിൽ നിന്ന് വന്ന സൂഫി ഷെയ്ഖുകൾ മലപ്പുറത്തെ മലബാറിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ, കഞ്ഞി കാച്ചി കുടിക്കാൻ റോഡ് സൈഡിൽ ചെറിയ ചാപ്പ കെട്ടി ബിസിനസ് നടത്തി 5-6 മാസത്തേക്ക് ജീവിക്കാൻ ആവശ്യമുള്ള വക കണ്ടെത്താനുള്ള ഒരു ഏർപ്പാടായിരുന്നു കൊണ്ടോട്ടി നേർച്ച. ജാറത്തിൻ്റെ പേരിലോ വലിയൻ്റെ പേരിലോ ഒന്നുമല്ല. ജൂതം ജയിക്കുന്ന രീതി നോക്കണം നിങ്ങൾ. കേരളത്തിലെ ആയിരക്കണക്കിന് ജാറങ്ങളുടെ അടിസ്ഥാനം കൊണ്ടോട്ടിയിലെ കുബ്ബയാണ്. ആ കുബ്ബൻ്റെ അടിയിൽ ആരുമില്ല, ഒരു മയ്യത്തുമില്ല, വെറുതെ കുബ്ബ കെട്ടിയതാണ് ഷെയ്ഖിൻ്റെ അഡ്രസ്സിൽ. ഷെയ്ഖിന് ഭജനമിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ഭവനത്തിൻ്റെ മേലെയാണ് ആ കുബ്ബ ഉള്ളത്. ആ കുബ്ബയെ വെച്ചുകൊണ്ടാണ് കൊണ്ടോട്ടി നേർച്ച തുടങ്ങിയത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് മഹാന്മാരെ പേരിൽ ഉറൂസുകൾ നടക്കുന്നത്, ജഹാലത്തിൻ്റെയും കള്ളത്തരത്തിൻ്റെയും കപടതയുടെയും കേന്ദ്രങ്ങളായിട്ട്. ഇതൊക്കെ ചരിത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലായിട്ട് വന്നു. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖൂലു ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞില്ല. കാരണം റബ്ബുനല്ലാ എന്ന് ഖുറൈശികളെ പഠിപ്പിക്കേണ്ടതില്ല. അള്ളാഹുവാണ് നമ്മുടെ റബ്ബ് എന്നവരത് അംഗീകരിച്ചു. 4500 കൊല്ലമായി അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് റബ്ബ്. 4500 കൊല്ലമായി ഖുറൈശികൾ അള്ളാഹുവാണ് റബ്ബ് എന്ന് അംഗീകരിച്ച് ജീവിക്കുകയാണ്. 500 കൊല്ലം മുമ്പ് ഖുസൈൻ്റെ നേതൃത്വത്തിൽ ജാറങ്ങൾ വന്നപ്പോൾ ആ ജാറങ്ങളിലൂടെയാണ് റബ്ബായ അള്ളാഹുവിനെ കണ്ടെത്തേണ്ടത് എന്ന വിശ്വാസമുണ്ടായി. അതിനെതിരായിട്ടാണ് അഷ്റഫുൽ ഹൽക്കിൻ്റെ റിസാലത്ത് ഉണ്ടാകുന്നത്. റബ്ബിനെ കണ്ടെത്തുന്നതിന് വലിയകളുടെ സാന്നിധ്യം വേണമെന്ന വിശ്വാസം. ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്. അതേപോലെ തന്നെ ഇല്ലാ ലിയുഖർരിബൂന മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. ഇതൊക്കെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് പരമ്പരാഗതമായി വിശ്വസിച്ചു പോകുന്ന മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ റബ്ബുനല്ലാഹ്. ആ റബ്ബിനെ കിട്ടണമെങ്കിൽ മരിച്ചുപോയ മനുഷ്യരോ ജീവിച്ചിരിക്കുന്ന ജിന്നുകളോ ഒക്കെ ആവശ്യമാണ് എന്ന ചിന്താഗതിയിലേക്ക് വന്നു അവർ. അത് തിരുത്താനാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ റസൂലായിട്ട് വന്നു. അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. ഖത്താബിൻ്റെ മകൻ ഉമർ പ്യൂർ ധീരമായി അള്ളാഹു റബ്ബാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അവിശ്വാസത്തിനൊരു കുഴപ്പവുമില്ല. അബൂസലമയും ഉമ്മുസലമയും അബുസീനിയയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടിയിട്ട് കെട്ടെല്ലാം തയ്യാറാക്കി അവർ യാത്ര തിരിച്ചു, അബുസീനിയയിലേക്കുള്ള ഹിജ്റ. ഈ സന്ദർഭത്തിൽ ഖത്താബിൻ്റെ മകൻ ഉമർ ഇവർ രണ്ടുപേരെയും വഴിയിൽ വെച്ച് കണ്ടു. ഖത്താബിൻ്റെ മകൻ ഉമർ ചോദിച്ചു, എവിടത്തേക്കാണ്, എന്താണ് നിങ്ങളെ പരിപാടി, നിങ്ങൾ അവിടെ നിന്ന് മക്കയിൽ നിന്ന് നാട് വിടുക എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യത്തിൻ്റെ പൗരത്വം നഷ്ടപ്പെടുത്തിയിട്ട് പോകുക എന്നാണ് അന്നത്തെ ഹിജറേൻ്റെ അർത്ഥം. പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല, പുതിയ പാസ്പോർട്ട് വേണം, ആരെങ്കിലും ഏറ്റെടുക്കണം, എന്നാലേ തിരിച്ചു വരാൻ കഴിയുള്ളൂ. പോയാൽ തന്നെ. ഇന്നത്തെ മാതിരിയല്ല അന്ന് ഖുറൈശി സമൂഹം അത്ര പ്രബലമാണ്. അവർ ഏത് ഗോത്രത്തിൽപ്പെട്ടവനായാലും നാട് വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരണമെങ്കിൽ ആരെങ്കിലും അവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. കഅബാലയത്തിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഇന്നാളെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കണം. അതാണ് അടുത്ത പാസ്പോർട്ട്, വിസ. ഉമ്മുസലമ ഇച്ചിരി ദേഷ്യത്തോടു കൂടി തന്നെ ഖത്താബിൻ്റെ മകൻ ഉമറിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഈ രാജ്യത്ത് എങ്ങനെ ജീവിക്കും, നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരല്ലേ ഇവിടെയുള്ളത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം നിലനിർത്തിക്കൊണ്ടുപോകണം, ഈ നാട്ടിലത് പറ്റൂലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ നാട് വിടുകയാണ് ഞങ്ങളെ വിശ്വാസം നിലനിർത്താൻ. ഇപ്പോൾ റളിയല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട് ചരിത്രത്തിൽ, അതാണ് നമ്മുടെ വിഷയം, അതാരും പരിഗണിക്കുന്നില്ല.
ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു ആ സമയത്ത്, കാര്യങ്ങളൊക്കെ അത്രത്തോളം എത്തിയോ? എന്നിട്ടൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്താ പറയുക വാക്ക്? സഹബകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്. ആര്? ഇസ്ലാമിൻ്റെ കൊടിയ ശത്രു. അപ്പോൾ ഏത് വിഷയത്തിലാണ് ശത്രുത? അള്ളാഹുവിൻ്റെ കാര്യത്തിലാണോ? അള്ളാഹു റബ്ബാണെന്നുള്ള കാര്യത്തിലാണോ? ഉമർ ഈ വാക്ക് ഉലമാക്കൾ വളരെ പ്രസക്തമായിട്ട് കാണുന്നുണ്ട്. അത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ചർച്ചയില്ല. കാരണം ഖുറൈശികളെ ഹിന്ദുക്കൾക്ക് തുല്യമായിട്ട് കണ്ടെങ്കിലേ ജാറങ്ങൾ നിലനിൽക്കുള്ളൂ, മറുപുറത്ത് സംഘടനകളും നിലനിൽക്കുള്ളൂ. സംഘടന എന്തിനാ? ഹിന്ദുക്കൾക്ക് ദേവത്വം നടത്താൻ. ബൈബിൾ പഠിക്കണം, രാമായണം പഠിക്കണം, അതിനാ സംഘടന. അവിടെ സംഘടനകൾക്ക് നിലനിൽക്കാനും ഷിയാക്കൾക്ക് നിലനിൽക്കാനും ഖുറൈശി സമൂഹം വിവരം കെട്ട പൊട്ടന്മാരാണെന്ന് സ്ഥാപിക്കണം. സഹബകുമുല്ലാഹ് ഭയങ്കര വാക്കാണ്. ഉമ്മു സലമ അബൂ സലമാനോട് പറഞ്ഞു, ഉമർ മനസ്സ് മാറിയും തോന്നുന്നു, ഉമറിൻ്റെ മനസ്സൊക്കെ മാറിയും തോന്നുന്നു. ഉമർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അബൂ സലമ പറഞ്ഞൊരു ഡയലോഗുണ്ട്. ഖത്താബിൻ്റെ കഴുത മുസ്ലിമായാലും ഖത്താബിൻ്റെ മകൻ ഉമർ മുസ്ലിം ആവില്ല എന്നൊരു വാക്ക് പറയുന്നുണ്ട് അബൂ സലമ. എന്തിനാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിൻ്റെ ശത്രുവായത്? അള്ളാഹുവിലേക്ക് ചേരാൻ ഔലിയാക്കൾ പറ്റൂല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ. കാരണം അത്രമാത്രം സ്നേഹമായിരുന്നു ഔലിയാക്കളോട് ഖത്താബിൻ്റെ മകൻ ഉമറിന്. മഹാന്മാരെ അത്രമാത്രം സ്നേഹിക്കുന്ന ആളാണ്. ഇന്നത്തെ കേരള ഷിയാക്കളെ പോലെ മഹാന്മാരോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് സലഫികൾ എതിർക്കുന്നത് കേരള ഷിയാക്കൾ. അത് കാരന്തൂരി ഷീയത്തായാലും ശരി, ചേളാരിയൻ ഷീയത്തായാലും ശരി, സംസ്ഥാന ഷീയത്തായാലും ശരി, ദക്ഷിണ ഷീയത്തായാലും ശരി, ഏത് ഷീയത്തായാലും ശരി, ഔലിയാക്കന്മാരോടും മഹാന്മാരോടുമുള്ള അമിതമായ സ്നേഹമാണ് സലഫിയത്തിനെയും അതുപോലെയുള്ളതിനെയും എതിർക്കാൻ ഇവർ തയ്യാറാകുന്നത്. എന്നല്ലാതെ അവർക്കെന്തോ കാര്യം? സലഫികൾ ഔലിയാക്കളെ അംഗീകരിക്കുന്നില്ല. ഇതേ മാനസികാവസ്ഥയായിരുന്നു അന്ന് ഖുറൈശികൾക്ക്. ഖത്താബിൻ്റെ മകൻ ഉമറിന്, ഹംസത്തുൻ അബ്ദുൽ മുത്തലിബിന്, ഇവർക്കെല്ലാം അതേ മാനസികാവസ്ഥയാണ്. ഔലിയാക്കളോടുള്ള അതിരറ്റ സ്നേഹം. ആ ഔലിയാക്കളൊന്നും വേണ്ട എന്ന് മുഹമ്മദ് പറയുന്നു. ഒറ്റ കാരണത്താലാണ് അഷ്റഫുൽ ഹക്കിനെ അവർ എതിർത്തത്. അഷ്റഫുൽ ഹക്കിനെ വ്യക്തിപരമായി അവർക്ക് ഇഷ്ടമാണ്, ആദർശത്തോട് മാത്രമേ വിയോജിപ്പുള്ളൂ. ജൂതന്മാർക്ക് അഷ്റഫുൽ ഹക്കിൻ്റെ ആദർശം ഇഷ്ടമാണ്, അഷ്റഫുൽ ഹക്കിനോടാണ് വ്യക്തിപരമായിട്ട് വെറുപ്പ്. അതാണ് ജൂതന്മാരും ഖുറൈശികളും തമ്മിലുള്ള വ്യത്യാസം. ജൂതന്മാർക്ക് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന ആദർശം ശരിയാണ്, ഓക്കെയാണ്. മുഹമ്മദ് നബിനെ അംഗീകരിക്കാൻ കഴിയില്ല. ഖുറൈശികൾക്ക് മുഹമ്മദ് നബി ഓക്കെയാണ്, മുഹമ്മദ് നബി പറയുന്ന ആശയം ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇതാണ് വ്യത്യാസം, ചരിത്രപരമായ വ്യത്യാസം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിപ്ലവ നായകനാകുന്ന എവിടെയാണ്? മരിച്ചുപോയ മഹത്തുക്കളെ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്വാധീനിക്കുന്നത് ബുദ്ധിയല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് നാം പലപ്പോഴും പറയാറുണ്ട്, അടിസ്ഥാന വിശ്വാസം റബ്ബുനല്ലയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നു ചേർന്നതാണ്, വന്നു ചേരേണ്ടി വന്നതാണ്, നിർബന്ധമായിട്ടും വന്നു ചേരേണ്ടതാണ്, വന്നു ചേർന്നതാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലയിലേക്കുള്ള ദഅവത്തില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ട ആവശ്യമില്ല. ലാ ഇല്ല എന്ന് പറയാൻ അവസരമില്ല. റബ്ബുനല്ലാഹ് അവർ നിലനിർത്തുകയായിരുന്നു ആദമിൻ്റെ മക്കൾ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ആദമിൻ്റെ സന്തതികൾ 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ് എന്ന് പറയാൻ കാരണം അതാണ്. അവർക്ക് റബ്ബിനെ അറിയുള്ളൂ. അള്ളാഹുവിലേക്ക് ചെന്ന് ചേരാൻ, അള്ളാഹുവിനെ സ്വാധീനിക്കാൻ ശുഫാക്കൾ, ശുപാർശക്കാരോ ഇടയത്താളക്കാരോ തവസ്സുലോ ഇസ്തിഗാസയോ ഇതൊന്നും അവർക്ക് പരിചയമില്ല. അങ്ങനെ ഒരു സമൂഹം ഉടലെടുത്തു 11ാമത്തെ തലമുറയിൽ. അവർ പ്യൂർ മുസ്ലിമീങ്ങളായിരുന്നു. നിസ്കരിക്കുന്നവരാണ് ആദമീ ശരീഅത്തനുസരിച്ച്, നോമ്പ് വെക്കുന്നവരാണ് ആദമീ ശരീഅത്തനുസരിച്ച്, ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്, ഉലമാക്കളാണ്. അന്ന് ഇറാഖ് ദീനുൽ ഇസ്ലാമിൻ്റെ രാജ്യമാണ്. ആദമി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീഅത്തനുസരിച്ച് വേറെ റസൂലൊന്നും വന്നിട്ടില്ല, പുതിയ ശരീഅത്തില്ല, പുതിയ മതമില്ല, പുതിയ രീതിയില്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാം പരമ്പരാഗതമായി മക്കളിലൂടെ ഉലമാക്കളിലൂടെ പഠിപ്പിച്ച ആ ദീനാണ് അവിടെ നിലവിലുള്ളത്. അവസാനമായി പഠിപ്പിച്ചത് വദ്, സുവാ, യഊഖ്, യഊസ് മുതലായ പണ്ഡിതന്മാരാണ്. ആ ദീനുൽ ഇസ്ലാം ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തിൽ നിന്ന് പഠിച്ച, ഭൂമിയിൽ വന്ന് നടപ്പിലാക്കിയ ആ ദീനനുസരിച്ച് ജീവിക്കുന്ന സമൂഹത്തിലാണ്
മരിച്ചുപോയ 5 ഉസ്താദുമാരുടെ ഖബറുകൾ അല്ലെങ്കിൽ സ്മാരകങ്ങൾ ഉണ്ടാക്കി അവരെ തവസ്സുൽ ഇസ്തിഗാസ നടത്തി അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ശ്രമം 11ാമത്തെ തലമുറയിലുണ്ടായത്. ഇവിടെയാണ് ബഅസല്ലാഹു ഇലൈഹിം നൂഹൻ റസൂല. ഇവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ സ്റ്റാർട്ടിങ്. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. നൂഹ് നബിക്ക് മുമ്പ് അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു എന്നൊരു പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. നൂഹ് നബിയാണ് ആദ്യമായിട്ട് പറയുന്നത് മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. അവിടെയാണ് ഇലാഹ് എന്ന പ്രയോഗം. മാലക്കും മിൻ റബ്ബിൻ ഗൈറു എന്നല്ല, മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. റബ്ബും ഇലാഹും തമ്മിൽ വേർതിരിയുന്ന അവിടെയാണ്. റബ്ബിനെ പറയുന്നിടത്ത് ലാ ഇല്ല, നെഗേഷൻ്റെ ആർട്ടിക്കൽ ഇല്ല, ലാ ഇല്ല. റബ്ബിനെ പറയുന്നിടത്ത് റബ്ബാണ്, റബ്ബുനല്ലാ, അള്ളാഹു നമ്മുടെ റബ്ബാണ്. എന്നല്ലാതെ അല്ലാതെ വേറെ റബ്ബില്ല എന്നുള്ള പ്രയോഗമില്ല. ലാ റബ്ബ ഇല്ലല്ലാ ഇല്ല, റബ്ബുനല്ലേ ഉള്ളൂ. ഇലാഹിനെ പറയുന്നിടത്താണ് ലാ വരുന്നത്, ആ നിഷേധ വാക്ക് വരുന്നത്, ലാ ഇല്ല എന്ന് പറയേണ്ടി വരുന്നത്. ലാ ഇലാഹ അവിടെ ഉലൂഹിയത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റേത് റുബൂബിയത്ത് നിലവിൽ ഉള്ളതാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. ഉലൂഹിയത്ത് അള്ളാഹു അല്ലാത്തവർക്കുള്ള ഉലൂഹിയത്ത് അങ്ങനെ ഒന്നില്ല. ലാ എന്നിട്ട് ഇല്ലല്ലാ, റബ്ബായ അല്ലാഹ് മാത്രം. വളരെ വളരെ ഗൗരവമായിട്ട് പഠിക്കേണ്ട, ഇനിയും പഠിക്കണം, ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. വളരെ ഗൗരവമായിട്ട് പഠിച്ച് ചരിത്രം മനസ്സിലാക്കി നമ്മുടെ ഈമാൻ നമ്മുടെ നിലനിർത്തിയേ പറ്റൂ. അതിന് സംഘടനകളെ കൊണ്ടും മറ്റൊന്നും സാധിക്കും നമുക്ക് തോന്നുന്നില്ല. ഇന്ന് നിലവിലുള്ള ഉലമാക്കൾക്ക് നടക്കും തോന്നുന്നില്ല സംഘടനൻ്റെ ലാബുള്ളൊന്നും. ഒക്കെ അള്ളാഹുവിനോട് ചോദിച്ച് റബ്ബി സിദിനി ഇൽമാ, റബ്ബി സിദിനി ഇൽമാ, റബ്ബിശ്റഹ്ലി സദിരി, റബ്ബിശ്റഹ്ലി സദിരി, അങ്ങനെ ദുആ ചെയ്ത് അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, അല്ലാഹുമ്മ ശറഹ് സദ്രി ലിൽ ഇസ്ലാം വഹബ്ബിബി ഇലയ്യൽ ഈമാൻ, അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. മരിക്കുന്നതിന് മുമ്പ് പ്യൂറാവണം. മാലോകർ എന്തായി എന്നുള്ളത് നമ്മുടെ അടിസ്ഥാന ലക്ഷ്യമല്ല, അത് രണ്ടാമത്തെ കാര്യമാണ്. മാലോകർ എന്തായി എന്നുള്ളത്, ഞാൻ എന്തായി എന്നുള്ളതാണ് അടിസ്ഥാന ലക്ഷ്യം. പിന്നീട് അങ്ങോട്ട് കാലാന്തരത്തിൽ റസൂലുകൾ വരാൻ തുടങ്ങി. അതുകൊണ്ടാണ് 1,24,000 നബിമാർ. ആ നബിമാരുടെ ജോലി അള്ളാഹുവാണ് റബ്ബ് എന്ന് പരിചയപ്പെടുത്തലാണ്. റസൂലുകളെ ജോലി ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹ്ക്ക് പകരം വേറൊരു ഇലാഹില്ല എന്ന് പറയുക. 313 റസൂലേ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങളെന്താ കണക്കൂട്ടാത്തത്? കാൽക്കുലേറ്റ് ചെയ്തു. 1,24,000 2,24,000 നബിമാരെന്നും അഭിപ്രായമുണ്ട് അല്ലേ? 1,24,000 നബിമാരെ കൂട്ടത്തിൽ ആകെ 313 മുസ്ലിങ്ങളല്ലേ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതിൽ ആദ്യത്തെ ആള് നൂഹ് നബിയുമാണ്, അവസാനത്തെ ആള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമാണ്. അപ്പോൾ ഈ 1,24,000 നബിമാരുടെ ജോലി എന്താണ്? അതാത് കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് അള്ളാഹുവാണ് നമ്മുടെ റബ്ബ്, അള്ളാഹുവാണ് നമ്മുടെ റബ്ബ്, റബ്ബിനെ പറഞ്ഞുകൊണ്ടേയിരിക്കലാണ് ആ കാലഘട്ടത്തിൽ ജോലി. ആ റബ്ബിനെ സ്വന്തമാക്കാൻ അള്ളാഹു അല്ലാത്ത ശക്തികളെയോ വ്യക്തികളെയോ ഇടയ്ക്ക് കൊണ്ടുവന്നപ്പോഴാണ് ലാ ഇലാഹ പറയേണ്ടി വരുന്നത്. അവിടെയാണ് ലാ ഇലാഹിൻ്റെ, അതാണ് റസൂലുകൾ വന്നിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് 2 ജോലിയാണ് റസൂലുകൾക്ക്, നുബുവത്തിൻ്റെ ജോലിയും റിസാലത്തിൻ്റെ ജോലിയും. നുബുവത്ത് തർബിയത്തിന് വേണ്ടിയുള്ളതാണ്. തർബിയത്ത് എന്താണ്? റബ്ബുനല്ലാ. ദഅവത്ത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാ. ഇതൊക്കെ ഇങ്ങനെ പ്രാരംഭപ്പെടുത്തി പഠിക്കണം, ആ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കിയെടുക്കണം, എന്ന പ്രശ്നമില്ല. പിന്നെ അള്ളാഹു താല ആർക്കാണോ ഇൻഷറാഹ് നൽകിയത് അവർക്കേ മനസ്സിലാവുള്ളൂ. മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ മെനക്കെടണ്ട. ഫമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം തബ്ലീഗ് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ, ആരുടെ മേലും അടിച്ചേൽപ്പിക്കുന്ന ഉത്തരവാദിത്തം. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ് ഫമൻ യക്ഫുർ ബിത്താഗൂത്ത് വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലം ഫിസാമ ലഹാ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ തന്നെ റുബൂബിയത്തിന്റെ വിഷയത്തിൽ ഭൂമിയിൽ ഇസ്ലാമിയത്ത് സഹിയാകാൻ ഷഹാദത്ത് വരുന്നില്ല. അഷ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാ പറയേണ്ട ആവശ്യമില്ല. അത് ആകാശ ലോകത്തെ ഷഹാദത്ത് കഴിഞ്ഞു. ഖാലു ബലാ ഷഹീദിന, അഷ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാ പറഞ്ഞ ഇസ്ലാം സഹിയാവില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ തന്നെ പറയണം. അപ്പൊ അള്ളാഹുവാണ് റബ്ബ് എന്നത് ജീവിച്ച് തെളിയിക്കുകയല്ല, അള്ളാഹു അല്ലാത്ത ഒന്നില്ല എന്നതാണ് ജീവിച്ച് തെളിയിക്കേണ്ടത്. അവിടെയാണ് ഷഹാദത്ത്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാണ്, ലാ റബ്ബ ഇല്ലല്ലാഹ്ക്കല്ല. എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ? റബ്ബുനല്ലാ, അള്ളാഹു റബ്ബായതുകൊണ്ട്.
അതുകൊണ്ട് തന്നെ ഒരാൾ മുസ്ലിം ആകുമ്പോൾ അഷ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഷഹാദത്ത് പറഞ്ഞാൽ ശരിയാവില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം അള്ളാഹുവാണ് റബ്ബ് എന്നത് ഏതൊരു മനുഷ്യൻ്റെയും ഫിത്രത്തിൻ്റെ ഭാഗമാണ്. അവിടെ മതവും ജാതിയും വ്യത്യാസമില്ല. അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിക്കുന്ന വിഷയത്തിൽ അത് ഫിത്രത്തിൻ്റെ ഭാഗമാണ്. ഫിത്രത്തല്ലാ അല്ലത്തീ ഖലഖൻ ഫത്തറന്നാസ അലൈഹ. മനുഷ്യൻ അന്നാസിനെ അള്ളാഹു തആല അങ്ങനെയാണ് പഠിച്ചത്. അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിക്കാൻ പാകത്തിലാണ് ഖൽബിനെ പഠിച്ചത്. അത് ഫിത്രത്തിൻ്റെ ഭാഗമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഖുറൈശികളോട് പറഞ്ഞത് എന്താണ്? അദൂക്കും ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നല്ലാതെ അദൂക്കും ഇലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല. റസൂലുള്ളാഹി തങ്ങളുടെ ദഅവത്ത് എന്താണ്? വ്യക്തികളോടായാലും സമൂഹത്തോടായാലും അഷ്റഫുകൾക്ക് എന്താണ് പ്രസംഗിച്ചത്? അദൂക്കും ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലയുടെ ഷഹാദത്തിലേക്കാണ്. വലിയ വിഷയമാണ്. ആരോ ഷഹാദത്തിനെ മൂടി വെച്ചു. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ തൗഹീദിന്റെ വക തൗഹീദ് സലഫികൾ അങ്ങനെ തൗഹീദായി. മറ്റുള്ളവർ ലാ ഇലാഹ ഇല്ലല്ലാ ദിക്ർ ആൾക്കൊക്കെ ഉപയോഗിച്ചു. തീർന്നു കഥ. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലയുടെ ഷഹാദത്തിലേക്കാണ് ദഅവത്ത്. എന്താണ് ഷഹാദ? ജീവിച്ച് തെളിയിക്കാം എന്ന കരാർ. എന്താണ് ഷഹാദ? ജീവിച്ച് തെളിയിച്ചോളാം എന്ന് കരാർ ചെയ്യുക. അഷ്ഹദു, അല്ലാഹുവേ ഞാൻ ജീവിച്ച് തെളിയിക്കാമെന്ന് കരാർ ചെയ്യുന്നു നിന്നോട്. അഷ്ഹദു, എന്താണ് ഞാൻ തെളിയിക്കാൻ പോകുന്നത്? അല്ലാ ഇലാഹ ഇല്ലല്ലാ ഐ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാ. അള്ളാഹു അല്ലാത്തതിനെ അംഗീകരിക്കൂല എന്നതാണ് ജീവിച്ച് തെളിയിക്കേണ്ടത്. അള്ളാഹു ആണ് റബ്ബ് എന്നല്ല ജീവിച്ച് തെളിയിക്കേണ്ടത്. അത് ഓൾറെഡി മനുഷ്യൻ തയ്യാറാണ്. ആദം തൊട്ട് ഖിയാമത്ത് നാൾ വരെ അള്ളാഹു ആണ് റബ്ബ്. അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഒരു കാലഘട്ടത്തിലും സംശയമില്ല. ഫിർഔൻ ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞപ്പോഴും അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പറഞ്ഞപ്പോഴും അള്ളാഹു തആല പറഞ്ഞ എന്താണ്? അവൻ നാവ് കൊണ്ടത് പറയുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ അള്ളാഹു തന്നെയാണ് ഉള്ളത് എന്നല്ലേ അള്ളാഹു തആല പറഞ്ഞ. പിന്നെ എന്താണ് ആയത്ത്? അവസ്ഥയിക്കനത്ത് ഹാംഫസു. നാവ് കൊണ്ട് റബ്ബാന്ന് പറഞ്ഞപ്പോഴും എൻ്റെ ഉള്ള് അള്ളാഹു ആണ് റബ്ബ് എന്ന് പറയുന്നുണ്ടായിരുന്നു എന്ന് അള്ളാഹു പറഞ്ഞിരുന്നു നമുക്ക് ഫിറോനെ പറ്റി. ഇനി അഥവാ അങ്ങനെ ബാഹ്യമായ അർത്ഥം വെച്ചാൽ തന്നെ ഫറോവ ബാധിച്ച റുബൂബിയത്ത് പരിമിതിയുള്ളതാണെന്നുള്ള കാര്യം ഖുർആൻ തന്നെ വിശദീകരിച്ചിരുന്നുണ്ടല്ലോ. റബ്ബുക്കുമുല്ലാന്ന് ഫിറോൻ പറഞ്ഞിട്ടില്ലെന്ന് ഒരുത്തൻ ചോദിച്ചു. ഒരു മുജാഹിദ്കാരൻ ചോദിച്ചു എന്നോട്, നിങ്ങൾ പറയുന്നത് ശരിയാണോ? ഫിറോൻ റബ്ബാണെന്ന് വാദിച്ചിട്ടില്ലേ? അപ്പം റബ്ബ് എല്ലാവരും അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണോ? കൂട്ടരെ, പരിശുദ്ധ ഖുർആൻ തന്നെ ഫിറോന്റെ വാദം വളരെ പരിമിതിയുള്ളതാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നില്ലേ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹന്റെ ദഅവത്തുമായി, ലാ ഇലാഹ ഇല്ലല്ലയുടെ ഷഹാദത്തിലേക്കുള്ള ദഅവത്തുമായി വന്നപ്പോൾ അള്ളാഹു അല്ലാത്തവരെ അംഗീകരിക്കൂല എന്നുള്ളത് ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാകണമെന്ന ദൗത്യവുമായി വന്നപ്പോൾ ഭയങ്കരമായ സമ്മേളനം വിളിച്ചുകൂട്ടി, കുണിയ സമ്മേളനം പോലത്തെ സമ്മേളനം വിളിച്ചുകൂട്ടി ഫിറോൻ. അതിൻ്റെ മാതൃക അതാണ്. അതിൻ്റെ മാതൃക അതാണ്. ഫിറോവിൻ്റെ സമ്മേളനമാണ്. ആദ്യം നമ്രൂദ് വിളിച്ചുകൂട്ടി നമ്രൂദിൻ്റെ സമ്മേളനമാണ്. ഇബ്രാഹിം നബിനെ തീയിലിട്ട് കരിക്കാൻ ആ സമ്മേളനത്തിൽ വെച്ചാൽ പ്രമേയം പാസ്സാക്കിയത് ആയിരുന്നില്ലേ? രണ്ടാമത്തെ സമ്മേളനമാണ് ഫറോവ സമ്മേളനം. മൂന്നാമത്തെ സമ്മേളനമാണ് കുണിയ സമ്മേളനം. ഇനി അതിന് വേണ്ടിയിട്ട് സമ്മേളനം നടക്കുമെന്ന് അറിയില്ലേ? നടക്കട്ടെ. ആ മഹാസമ്മേളനത്തിൽ വെച്ച് ഫറോവ, അതിൽ അധ്യക്ഷൻ മൗലാന ഷെയ്ഖുന റഈസുൽ ഉലമ പ്രസംഗിച്ചു. ഫിറഔൻ എന്താ ഫിറഔൻ പ്രസംഗിച്ചത്? വനാദാ ഫിർഔനു ഫീ ഖൗമി. അല്ലാഹുവാണ് പറയുന്ന കൂട്ടരെ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ആധുനികമായ ഉദാഹരണം പറയുന്നു. ഉദാഹരണത്തിന് പറ്റിയ ആളുള്ളതുകൊണ്ട്, ഇല്ലെങ്കിൽ അത് പറയില്ലല്ലോ. ഉദാഹരണത്തിന് പറ്റിയ ആൾക്കാരുള്ളതുകൊണ്ട് ഉദാഹരണം പറയുന്നത് നിങ്ങൾക്കെല്ലാം മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഏതുപോലെ ദാറുൻ നദ്വ സുന്നി സെന്റർ, ദാറുൽ അർക്കം സലഫി സെന്റർ എന്ന് പറയും പോലെ നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ അങ്ങനെ തന്നെ പറയണ്ടേ. അല്ലെങ്കിൽ ദാറുൻ നദ്വ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക ഏതോ ആകാശക്കോട്ടയാണെന്ന്. ദാറുൻ നദ്വ, ദാറുൽ അർക്കം എന്ന് പറഞ്ഞാൽ ഏതോ 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 കാക്കാൻ്റെ ഇബ്രാഹിം ഹാജിൻ്റെ എങ്ങാനും വീടാണെന്ന് വിചാരിക്കും. അല്ല, ഒന്ന് സുന്നി സെൻ്ററാണ്, ഒന്ന് സലഫി സെൻ്ററാണ്. സുന്നി സെൻ്ററിൻ്റെ നേതാവ് അബൂ താലിബാണ്, സലഫി സെൻ്ററിൻ്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര എളുപ്പമുണ്ടെന്നറിയാം പെണ്ണുങ്ങന്മാർക്കും പിള്ളേർക്കൊക്കെ തീ പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ തന്നെ കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാ
ദാറുന്നദ്വയിൽ യോഗം കൂടി, ദാറുൽ അർക്കമിൽ യോഗം കൂടി. അപ്പോൾ ഏതല്ലാതെ ആ യോഗം ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിലാകാൻ എളുപ്പമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഖുറൈശി സമൂഹത്തോട് പറഞ്ഞ വിഷയം അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഷിയാക്കൾ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റേ ഇല്ല, സംഗതി തീർന്നു എന്ന്. അങ്ങ് അള്ളാഹ് ഉണ്ടെന്ന് അംഗീകരിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല, ദീനുൽ ഇസ്ലാം പറയുന്നു അള്ളാഹ് ഉണ്ടെന്ന് അംഗീകരിച്ചാൽ മാത്രം പോരാ, അള്ളാഹു അല്ലാത്തവരില്ല എന്നത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അള്ളാഹ്ക്ക് ഉറപ്പ് കൊടുക്കണം. അശ്ഹദു, ഭയങ്കര വാക്കാണ്. അതെങ്ങനെയാണ് തെളിയിക്കുക? അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. അതാണ് മുഹമ്മദ്. ആ മുഹമ്മദ് ഈ റിസാലത്ത് അനുസരിച്ച് തെളിയിക്കും. അപ്പൊ രണ്ടാമത്തെ ഷഹാദ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഐ ലാ മത്ബൂഅ ബിഹഖിൻ ഇല്ലാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നായി. 11 കൊല്ലം മെനക്കേണ്ടി വന്നില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദൗത്യം സമൂഹത്തെ ബോധിപ്പിച്ചു കൊടുക്കാൻ? മനസ്സിലായോ? അവർക്ക് മനസ്സിലായോ? ഖത്താബിന്റെ മകൻ ഉമർ അടക്കമുള്ളവർ അഷ്റഫുൽ ഖൽക്കിനെ എന്തൊക്കെ ശിഖാന്തരം എതിർത്തില്ലേ? ഞാൻ എന്തിനാ ഖത്താബിന്റെ മകൻ ഉമറിന്റെ ഉദാഹരണം പറയുന്നത്? ഓരോ രീതിയുണ്ട്. ഖത്താബിന്റെ മകൻ ഉമർ ആദർശവാദിയാണ്. എന്നുവെച്ചാൽ ഔലിയാക്കളോട് അതിരറ്റ സ്നേഹമുള്ള ആളാണ്. ആ സ്നേഹം കാരണത്താലാണ് അഷ്റഫുൽ ഖൽക്കിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള ഷഹാദയെ എതിർത്തത് ഖത്താബിന്റെ മകൻ ഉമർ. നേരെ വെച്ച് അബൂജഹൽ അങ്ങനെയല്ല. അബൂജഹൽ അധികാരക്കൊതിയനാണ്. ആ അധികാരം നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ എതിർത്തത്. അബൂലഹബ് പണക്കൊതിയനാണ്. ആ പണം നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ടാണ് അഷ്റഫുൽ ഖൽക്കിനെ അബൂലഹബ് എതിർത്തത്. എന്നാൽ ഖത്താബിന്റെ മകൻ ഉമർ എതിർത്തത് ആദർശപരമായ എതിർപ്പാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല അദ്ദേഹത്തെ, അതുകൊണ്ടാണ് നാം പറഞ്ഞത് ഖത്താബിന്റെ മകൻ ഉമറിന്റെ ആ ദർജയിലാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. അയാൾക്ക് പാരമ്പര്യത്തോടുള്ള അമിതമായ സ്നേഹം ഇടയ്ക്കിടയ്ക്കൊക്കെ നാവുന്ന് പുറത്തു വരാറുണ്ട്. മിക്കവാറും ഖത്താബിന്റെ മകൻ ഉമറിന്റെ ഗതി തന്നെയായിരിക്കും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വരാൻ പോകുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. നമുക്കങ്ങനെ ദുആ ചെയ്യാമല്ലോ, എന്താ കുഴപ്പമുണ്ടോ? ദുആ ചെയ്യും. പണ്ട് ഫൈസൽ മുസ്ലിക്ക് വേണ്ടി ദുആ ചെയ്തതിന് എന്നെ പുറത്താക്കിയത് കുറേ ആൾക്കാർ കൂടിയിട്ട്. ഫൈസൽ മുസ്ലിം എൻ്റെ മക്കളെ ഉസ്താദില്ലേ, അവർക്ക് ദുആ ചെയ്യാൻ ആരെങ്കിലും ചീട്ട് വേണം, എനിക്ക് സംഘടനേൻ്റെ ചീട്ട് വേണം, എനിക്ക് ഫൈസൽ മുസ്ലിയാർക്കും സുബൈർ മൗലവിക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ. അത് എൻ്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതല്ലേ. അതെങ്ങനെയാണ് ദുആ ചെയ്ത്? ആ ദുആ ചെയ്ത് തെറ്റില്ല. പക്ഷെ KNM-ന്റെ മിമ്പറിനായതുകൊണ്ട് ആ മിമ്പറിന് ശരിയാവില്ല. വേണ്ട, മിമ്പറിൻ്റെയും മെഹ്റാബിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഖത്താബിന്റെ മകൻ ഉമറിനെ പോലെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ സഹായിച്ചേ നീ തെരഞ്ഞെടുക്കണേ, അള്ളാഹുവെ സ്വീകരിക്കണേ എന്ന് അള്ളാഹുവിനെ ദുആ ചെയ്യും. മരിക്കുന്നതിന് മുമ്പ് ആ സന്തോഷം കണ്ട് മരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു എപ്പോഴാണ് മുസ്ലിം ആകുന്നത്? ബദർ യുദ്ധവും കഴിഞ്ഞിട്ട് മക്കം ഫത്തഹിന്റെ സമയം വരുമ്പോഴല്ലേ മുസ്ലിം ആകുന്നത്. പക്ഷെ അതുവരെയും അഷ്റഫുൽ ഖൽക്കിന്റെ സഹചാരിയായിരുന്നില്ലേ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്? അഷ്റഫുൽ ഖൽക്ക് ദഅവത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള ദഅവത്ത് ഷഹാദത്തിലേക്ക് ദഅവത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കൂട്ടിന് പോകുന്നത് ആരാ? അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് റളിയല്ലാഹു അൻഹു ആവട്ടെ ജാറത്തിന്റെ ആളുമാണ്. അതുകൊണ്ടാണ് സാദിഖ് അലി തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ആകുമെന്ന് നാം ആശിക്കുന്നത്. എന്താ ആശിച്ചൂടെ? അങ്ങനെ പറയാൻ പാടില്ല. അതെന്താ പറയാൻ പാടില്ല? ഒരാളുടെ ഭാവി സന്തോഷകരമായി ആവണമെന്ന് ആഗ്രഹിക്കാൻ എനിക്ക് അവകാശമില്ലേ? നാളെ പിറ്റേന്ന് സലഫിയത്തിന്റെ സഹചാരിയായി സാദിഖ് അലി തങ്ങളെ അല്ലാഹു തആല കബൂലാക്കിയാൽ എന്താ? ആയിരിക്കാ നഷ്ടം? ആയിരിക്കാ ബേജാറ്? എന്തിനാ ബേജാറ്? ഒരു ബേജാറും നമുക്കില്ല. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ സലഫിയത്തിന്റെ ഒന്നിച്ച് അബ്ബാസ് റളിയല്ലാഹു തആല അഷ്റഫുൽ ഖൽക്കിനോട് ഒന്നിച്ചു പോയ പോലെ സാദിഖ് അലി തങ്ങൾ ഇവിടുത്തെ സലഫി മുജാഹിദ് ഗ്രൂപ്പുകൾ ഒന്നിച്ചു പോകുന്നു. പോട്ടെ, ഒരു ദിവസം കബൂലായ അൽഹംദുലില്ലാ. ഒരാൾക്ക് പണക്കാട്ട് കുടുംബം വഹാബിയായി, വഹാബേട്ടെ, അതാണ് നമ്മുടെ ആഗ്രഹം. അബ്ബാസ് റളിയല്ലാഹുവിന്റെ കുടുംബം മുസ്ലിമായി എന്ന് പറഞ്ഞാൽ എത്ര സന്തോഷമുണ്ട്, അത്രയും സന്തോഷമുണ്ട് സാദിഖ് അലി തങ്ങളുടെ കുടുംബം വഹാബിയായി എന്ന് പറഞ്ഞാൽ. അതെല്ലാം ലോകം ആസ്വദിക്കാൻ പോകുന്ന സന്തോഷങ്ങളാണ് കൂട്ടുകാർ. നിങ്ങൾ എന്തിനാ ബേജാറാകുന്നത്? ഇങ്ങനെ ഷിയാക്കൾ എന്തിനാ ബേജാറാകുന്നത്? ഇതൊക്കെ ലോകം ആസ്വദിക്കാൻ പോകുന്ന സംഭവങ്ങളാണ്.
അതേ സന്ദർഭത്തിൽ അബൂജഹൽ അബൂലഹബ് അവർക്കൊക്കെ താല്പര്യം വേറെയാണ്. അബൂ താലിബിന്റെ താല്പര്യം എന്താണ്? നേതൃത്വം, അഡ്രസ്സ് അത് നിലനിൽക്കണം, ആ അഡ്രസ്സിൽ തന്നെ മരിക്കണം. അന്ന് ആ കാലഘട്ടത്തിലെ ഷെയ്ഖുൽ ഇസ്ലാം അല്ല, ഷെയ്ഖുൽ ഉമ്മ, ഷെയ്ഖുൽ ഖൗം അബൂ താലിബ്, അദ്ദേഹത്തിന് വേറെ താല്പര്യമൊന്നുമില്ല. പണം സമ്പാദിക്കണം, ധനവാനാകണം, അധികാരം, അതൊന്നുമില്ല. നേതൃത്വം, അധികാരം വേറെ, നേതൃത്വം വേറെ. അധികാരം വേറെ, നേതൃത്വം വേറെ. പുതിയ ഭരണകൂടം നിലവിൽ വരാൻ പോവുകയാണ്. ആരെയാണ് ഇവിടെ സഹായിച്ചത്? കേരളത്തിലെ അഹ്ലുസുന്ന അല്ലെങ്കിൽ സലഫികൾ വളരെ ആത്മാർത്ഥമായി ഈ വിഷയത്തിൽ അള്ളാഹുവിനെ ഇടപെടിപ്പിച്ചു. വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ ഇടപെടിപ്പിച്ചു. അല്ലാഹ്, ഖുലൂബുന്നാസ് നിന്റെ കയ്യിലാണ്, നീ മുഖല്ലിബുൽ ഖുലൂബാണ്, ഹൃദയത്തെ തിരിക്കുന്നവനാണ്. മുസരിഫുൽ ഖുലൂബ് നീയാണ്. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് ഞങ്ങൾക്ക് സന്തോഷകരമായ ഒരവസ്ഥയിലേക്ക് നീ തിരിക്കണം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? കേരളം പിറന്ന നാൾ മുതലേ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് ശീലിച്ച ആൾക്കാരും കൂടി വലതുപക്ഷത്തിന് വോട്ട് ചെയ്തു. എന്താ കാര്യം? കല്ലബല്ലാഹു ഖുലൂബഹും, അവരെ കൽബ് അല്ലാഹ് മറിച്ചു. കാര്യം എന്താ? ഇവിടെ സലഫികൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുവിനോട്. അതുകൊണ്ട് നമ്മൾ അസ്ബാബിലേക്ക് ചേർക്കുന്നില്ല, ഈ വിഷയം അള്ളാഹുവിലേക്കാണ് ചേർക്കുന്നത്. അള്ളാഹു മതിയായവനാണ്. ഈ രീതിയിൽ തന്നെ ഫാസിസ്റ്റുകളെ, രാജ്യത്തിൻ്റെ ഫാസിസ്റ്റുകളെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തണമോ? മൂമിനീങ്ങൾ മെനക്കെട്ടാൽ നടക്കും, വോട്ടർമാർ മെനക്കെട്ടാൽ നടക്കൂല. ഇന്ത്യ രാജ്യത്തെ 130 കോടി ജനങ്ങൾ വിചാരിച്ചാലും നടക്കൂല. പക്ഷെ മൂമിനീങ്ങൾ വിചാരിച്ചാൽ നടക്കും. ഇവിടുത്തെ കടുകടുത്ത ഫാസിസ്റ്റുകൾ, കടുകടുത്ത RSSകാർ, അവരെ കൈകൊണ്ട് തന്നെ BJPക്കെതിരായിട്ട് വോട്ട് ചെയ്യാൻ മാത്രം കൽബിനെ മറിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. എന്താ സംശയം? അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോടെന്ന് പറഞ്ഞത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് വേറെ പരാതികളൊന്നുമില്ല, ഒറ്റ പരാതിയേ ഉള്ളൂ. റബ്ബന ഇന്നക ആതൈത ഫിർഔന വമലഅഹു, ഫിറൗനും ഫിറൗന്റെ മൗലാനമാർക്കും നീയാണ് നൽകിയത്. ഫിറൗന്റെ മൗലാനമാർക്കും നീയാണ് നൽകിയത്. അള്ളാഹുവോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാ, ദുആ ചെയ്യുകയാണ്. നീയാണല്ലോ അള്ളാഹുവെ ഫിറൗനും ഫിറൗന്റെ മൗലാനമാർ, മലക് എന്ന് പറഞ്ഞാൽ മൗലാനമാര്, ഫിറൗനും ഫിറൗന്റെ മൗലാനമാർക്കും നീ നൽകിയതല്ലേ. സീനത്തൻ വ അംബാലം ഫിൽ ഹയാത്തി ദുനിയ, സീനത്തൻ, ഈ ജീവിത സൗഭാഗ്യങ്ങളും കൊട്ടാരവും മണിമന്ദിരങ്ങളും അധികാരവും പോലീസും പട്ടാളവും നീ നൽകിയതല്ലേ അള്ളാഹുവെ ഫിറൗന്. വ അംബാലം ഫിൽ ഹയാത്തി ദുനിയ, ഈ ഭൗതിക ജീവിതത്തിൽ കോടീശ്വരനായിട്ട് ജീവിക്കാനുള്ള അവസരം നീ ഉണ്ടാക്കി കൊടുത്തതല്ലേ ഫിറൗനും ഫിറൗന്റെ മൗലാനമാർക്കും. അത് വെച്ചിട്ടല്ലേ അവരെന്നോട് കളിക്കുന്നത്, അത് വെച്ചിട്ടല്ലേ അവരെന്നെ എതിർക്കുന്നതും എന്നെ നശിപ്പിക്കാൻ മെനക്കിടുന്നതും. അത് വെച്ചിട്ടല്ലേ ലിയുദില്ലു അൻ സബീലിക്ക്, നിന്റെ വഴിയെ തൊട്ട് ജനങ്ങളെ തെറ്റിക്കാൻ ഞാൻ അള്ളാഹുവെ നീ മാത്രം എന്ന് പറഞ്ഞു കൊടുക്കുക. ഓൻ പണവും പോലീസിനെയും വെച്ചിട്ട് അള്ളാഹു അല്ലാത്ത ജാറങ്ങൾക്ക് അനുകൂലമായിട്ട് ഓം പ്രസംഗം മെനക്കെടുക. ഇതല്ലേ അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഫിറൗന്റെ അധികാരവും അത് വേറെ ഇടന്നോ വന്നതാണെന്ന് വിശ്വസിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ സംസാരം കേട്ടാൽ. അതുകൊണ്ട് നീ ഫിറൗന്റെ മനസ്സിന് നീ ഒന്ന് കടിഞ്ഞാണിടണം. വത്മിസ് അലാ ഖുലൂബിഹിം വസ്ദുദ് അലാ അംവാലിഹിം വത്മിസ് അലാ അംവാലിഹിം, ഇവന്റെ പണത്തിന് നീ ഒന്ന് കടിഞ്ഞാണിടണം, ഒന്ന് കൺട്രോൾ ചെയ്യണം. അവന്റെ മനസ്സിനെ നീ ഒന്ന് പൂട്ടണം. എന്നാലേ അവൻ പഠിക്കുള്ളൂ. ലിയദൂഖു, എന്നാലേ ലിയദൂഖുൽ അദാബ് അല്ലേ, ഹത്താ യറവുൽ അദാബ് ഫലാ യുഅ്മിനു ഹത്താ യറവുൽ അദാബ്. ആരാ പറയുന്നത്? ആർക്കെതിരായിട്ടാണ് പറയുന്നത്? അപ്പൊ എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ഇതൊന്നും ഈ രാഷ്ട്രീയ രംഗത്ത് ഉപയോഗിക്കാൻ പറ്റുകയില്ലേ? ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ എന്താ അള്ളാഹുവിൻ്റെ ഇടപെടലില്ലേ? അതോ പഴയകാല ചരിത്രം പറഞ്ഞിട്ട് കിസ്സ പറഞ്ഞിട്ട് പള്ളിക്ക് മുന്നേരം കെട്ടാൻ കാശുണ്ടാക്കാൻ വേണ്ടി മാത്രവും സംഘടന നിലനിർത്തിക്കൊണ്ടു പോകാൻ മാത്രവുമാണോ ചരിത്രങ്ങൾ? അതോ മുഹമ്മദ് ഈ ഉമ്മത്തിന് ഖിയാമത്ത് നാൾ വരെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കേണ്ട ആധാരമാണോ ചരിത്രങ്ങൾ?
എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഫിറോന്റെ പണവും അധികാരവും പട്ടാളവും പോലീസും ഇതൊക്കെയാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ ഒരു കാര്യം ചെയ്യ്, മുസ്ലിമീങ്ങളെയും കൂട്ടിയിട്ട് നാട് വിട്ടുകളാം. മൂസാ നബിയോട് അള്ളാഹ് പറഞ്ഞത് അസ്ലി ബി ബാദി, നേരം വെളുക്കുമ്പൊക്കെ സ്ഥലം കരി അയക്കോ? ആരെ ഭാഗത്താ അല്ലാഹ്? ആരെ ഭാഗത്താ അല്ലാഹ്? ഫിറോന്റെ ഭാഗത്തോ മൂസാ നബിന്റെ ഭാഗത്തോ? അള്ളാഹുവാണ് കൂട്ടരെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നത്, ഫിറോനാണ് നിന്റെ പ്രശ്നമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നാട് വിട്ടോ, അപ്പുറം സിറിയയിലേക്ക് പോയി താമസിച്ചോ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പന. അള്ളാഹു താല ഇടപെടുന്ന രീതിയാ പറഞ്ഞു തരുന്നത്. പിന്നെ മനസ്സിലാവുള്ളൂ അള്ളാഹു താല ഇടപെടുന്നത് അതിനാണല്ലേ പിന്നെ മനസ്സിലാവുക. എന്ത് ധൃതി എന്തിനാ? നമ്മൾ അള്ളാഹുവിന്റെ ഇടപെടൽ കാത്തിരിക്കും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചോളം തൂരി സീനായിൽ വെച്ച് പഠിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ഇടപെടൽ എങ്ങനെയാണ് എന്ന്. നമ്മളും പഠിക്കണം അങ്ങനെ. നമ്മൾ വെറുതെ കുറെ പിള്ളേരെയും കൂട്ടിയിട്ട് റോട്ടിലിറങ്ങിയിട്ട് കുരച്ചാലൊന്നും ഫാസിസം അവസാനിക്കുകയില്ല. ഇവിടെ കുറെ ആമ്പിള്ളറിയും പെമ്പിള്ളറിയും കൂട്ടി അവന്റെ തലമണ്ടക്കകത്ത് അധികാര രാഷ്ട്രീയത്തിന്റെ ചീഞ്ഞളിഞ്ഞ അവശിഷ്ടങ്ങൾ കുത്തി നിറച്ച് മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാരികളെയും റോട്ടിലിറങ്ങി അൽ ജിഹാദ് സിന്ദാബാദ് പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കുകയില്ല. പ്രശ്നം പരിഹരിക്കാൻ ഇസ്ലാമിന്റെ അഡ്രസ്സിലാണെങ്കിൽ, ഇസ്ലാമിന്റെ അഡ്രസ്സിലല്ലെങ്കിൽ ഇവരോട് ആരോടും നമുക്കൊരു യോജിപ്പില്ല. ഇസ്ലാമിന്റെ പേരിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നം. ഇസ്ലാമിന്റെയും മുസ്ലിമിന്റെയും അഡ്രസ്സിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ അഡ്രസ്സിൽ തന്നെ ആയിരിക്കണം. ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരന്റെ വോട്ട് തട്ടാൻ വേണ്ടിയിട്ട് ഇസ്ലാമിനെ ദുരുപയോഗപ്പെടുത്തരുത്. ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിച്ചു. ബനു ഇസ്രായേലിനോട് പറഞ്ഞു, അള്ളാന്റെ കൽപ്പനയുണ്ട് ഈജിപ്ത് വിടാൻ. മുസ്ലിമീങ്ങൾ രണ്ട് ഗ്രൂപ്പായി. ഇസ്ഹാഖ് നബി യാക്കൂബ് നബിന്റെ കാലം മുതൽ ഈജിപ്ത് ഞങ്ങളുടെ നാടാണ്. യാക്കൂബിന്റെ മകൻ യൂസുഫ് അങ്ങനെ മുതൽ ഇസ്രായേലി സന്തതികൾക്ക് അവകാശപ്പെട്ടതാണ് ഈജിപ്ത്. കിബുത്തികൾ അധിനിവേശക്കാരാണ്, പുറത്തുനിന്ന് വന്നവരാണ്. ഈ പുറത്തുനിന്ന് വന്ന് ഞങ്ങളെ അടിമക്കീടങ്ങളാക്കി രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന് ഞങ്ങളെ രാജ്യം വിട്ടുകൊടുത്തിട്ട് നാട് വിടാനാണോ മൂസ പറയുന്നത്? നീ എന്തായി പറയുന്നത്? നിന്റെ അള്ള എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? മുസ്ലിങ്ങളെ ഗ്രൂപ്പാകാൻ പറ്റുന്ന പണിയൊന്നുമില്ലല്ലോ. ഇന്ന് തുടങ്ങിയതാ കൂട്ടരായ അള്ളാഹുവിന്റെ പേരിലാണല്ലോ ഗ്രൂപ്പ് മുഴുവനും ഉള്ളത്. ഇവിടെ ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ച് കർശനക്കാരനാണ്. വളരെ ശക്തമായി തന്നെ പറഞ്ഞു, പോയേ പറ്റൂ, നാട് വിട്ടേ പറ്റൂ, നേരം വെളുക്കുമ്പോൾ സ്ഥലം കാലിയാക്കണം. അള്ളാന്റെ കൽപ്പനയാണ്. ഞാൻ അള്ളാഹ്ക്ക് ആ രീതിയിൽ കരാറ് കൊടുത്തവനാണ്, സ്വീകരിച്ചേ പറ്റൂ, ഞാൻ അള്ളാഹിന്റെ റസൂലാണ്. ഒതുക്കി എല്ലാവരും പുറപ്പെട്ടില്ലേ, മുസ്ലിമീങ്ങളും അല്ലാത്തവരും, ഇസ്രായേലി സന്തതികൾ മുഴുവനും, ബനു ഇസ്രായേൽ മുഴുവനും ആ കൂട്ടത്തിൽ കൂടി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂട്ടത്തിൽ. മുസ്ലിമീങ്ങളും ഉണ്ട്, മുശ്രിക്കീങ്ങളും ഉണ്ട്. നേരം വെളുക്കുമ്പോഴേക്ക് അവരെത്തിപ്പെട്ടത് ചെങ്കടലിന്റെ തീരത്താണ്, കടലിന്റെ കരയിലാണ്. നാനാഭാഗത്തൊന്നും നടന്നലഞ്ഞ് തിരിഞ്ഞ് ആദിവാസികൾ, ഈ അഭയാർത്ഥികളെ പോലെയാണെന്ന് അവർ ഈജിപ്തിലെ മലമടക്കുകൾക്കിടയിലൂടെ, താഴ്വരകളിലൂടെ, വരാന്തങ്ങളിലൂടെ നടന്നവർ കടലിന്റെ കരയിലെത്തി. വിഷയം ഫിറൗൻ അറിഞ്ഞു. ഫിറൗൻ എന്താണ്, മന്ത്രിസഭ ക്യാബിനറ്റ് കൂടി, ഉടൻ തന്നെ മന്ത്രിസഭ വിളിച്ചു കൂട്ടി, പട്ടാള മേധാവികളെയും കൂട്ടി. മൂസയും അനുയായികളും നാട് വിടുന്നുണ്ട്. അത് നല്ലതിനായിരിക്കില്ല. എവിടെ പോയാലും നമുക്ക് തലവേദനയായിരിക്കും മൂസ. എവിടെ പോയാലും മൂസ നമുക്ക് തലവേദനയാണ്. അതുകൊണ്ട് ഈജിപ്തൊന്ന് പോയി സിറിയയിലേക്ക് പോയി അവിടെ താമസിച്ചു എന്നതുകൊണ്ടൊന്നും നമ്മൾ മുസീബത്ത് നമുക്ക് അവസാനിക്കൂല. അതുകൊണ്ട് മൂസയെയും മൂസന്റെ അനുയായികളെയും ഇല്ലായ്മ ചെയ്യുക. അത് NRCയോ MDCയോ ഉപയോഗിച്ചോ? അങ്ങനല്ലേ പോലീസും പട്ടാളവും എല്ലാം മൂസ നബിയെ പിന്തുടർന്നത്. വിവരം ഇസ്രായേലി സമൂഹം അറിഞ്ഞു. വീണ്ടും രണ്ട് ഗ്രൂപ്പായി മുസ്ലിമീങ്ങൾ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കർശനമായി വിമർശിച്ചു. വളരെ ശക്തമായി വിമർശിച്ചു. മൂസ, നിങ്ങൾ എന്ത് ബുദ്ധികേടാണ് ഈ ചെയ്യുന്നത്? അതായത് വർത്തമാന കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ സലഫി പണ്ഡിതന്മാരെ വിമർശിക്കുന്നത് പോലെ, അന്ന് ഇസ്രായേലി സമൂഹത്തിലെ വിഭാഗം മൂസാ നബിനെ വിമർശിച്ചതുപോലെയാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ സലഫി പണ്ഡിതന്മാരെ വിമർശിക്കാറ്. ഇപ്പോൾ
നിങ്ങളെന്ത് ബുദ്ധികേടാണ് ചെയ്തിരിക്കുന്നത്? ബൈനൽ ബഹരി വ ശൈത്താൻ, ബഹറിൻ്റെയും ഷെയ്ത്താൻ്റെ ഇടയിലാണ് ഇപ്പം നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇനി എങ്ങോട്ടാ പോവുക? ഫറോവ പട്ടാളത്തെ വിട്ടിട്ടുണ്ടെന്നാണ് കേട്ടത്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്താ പറഞ്ഞത്? സെൽഫി പണ്ഡിതന്മാരുടെ മറുപടി, കല്ല ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. എൻ്റെ അള്ളാഹ് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് ഞാൻ പുറപ്പെട്ടത്. മിണ്ടാതിരുന്നോളണം. കല്ല എന്ന് പറഞ്ഞ മലയാളത്തിൽ മിണ്ടായിരിക്കണം എന്ന് പറയുന്നതിന് തുല്യമാണ് വാക്ക്. മിണ്ടാതിരുന്നോളണം. എൻ്റെ റബ്ബ് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെയും കൂട്ടി വന്നിരിക്കുന്നത്. എൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. എന്താ പറയാൻ പ്രചോദനം? തൂരി സീനായിൽ വെച്ച് പഠിച്ചിട്ടുണ്ട് മൂസ നബി അള്ളാൻ്റെ ഇടപെടൽ എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാഹു തആല മൂസ നബിയെ. അല്ലാഹു തആല മൂസ നബിയെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു എങ്ങനെയാണ് ഇടപെടൽ എന്ന്. അത് നല്ല യഖീനുണ്ട്. അത് ഇഹ്സാനാക്കി മാറ്റുകയാണ് അല്ലാഹു തആല. മൂസ നബിൻ്റെ ഇഹ്സാൻ അത് പുറത്തു വരണം. വഅബ്ദു റബ്ബക കഅന്നക തറാ, മുമ്പിൽ അള്ളാഹിനെ കാണും പോലെ വേണം അള്ളാഹിനെ ഇടപെടിപ്പിക്കാൻ. ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം 100 മാർക്കോടുകൂടി ഇഹ്സാനിൽ വിജയിച്ചു. ഇസ്ലാമിൽ നേരത്തെ വിജയിച്ചു. തുരിസീനായിൽ വെച്ച് ഈമാനിൽ ജയിച്ചു. ഇപ്പം ഇഹ്സാൻ 100 മാർക്കോടെ ജയിച്ചു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. ദാ അള്ളാഹുവിൻ്റെ നടപടി വരുന്നു. ഓ മൂസ ഇദ്രിബ് ബിഅസാക്കൽ ബഹർ, സമുദ്രത്തെ അടിക്കുക. ഫംഫലക്, സമുദ്രത്തെ അടിച്ചു. അത് രണ്ടായിട്ട് മാറ്റി, 2 പിളർപ്പാക്കി മാറ്റി. കാന കുല്ലു ഫിർക്കിൻ ഖത്തൗദിൽ അളീം, ഭയങ്കരമായ മല കൊടുമുടി പോലെ മാറി നിന്ന് വെള്ളം കൂട്ടിയിട്ട് പോയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു അല്ലാഹു തആല. മാഷാ അല്ലാഹ്. ഇപ്പം മുസ്ലിമീങ്ങൾക്ക് മനസ്സിലായി അന്ന് നാടുവിടാൻ പറഞ്ഞത് അതിനു വേണ്ടിയിട്ടാണ് എന്ന്. ഇങ്ങനെയാണ് അല്ലാഹു തആല ശത്രുക്കൾക്കെതിരെ മുസ്ലിങ്ങളെ സഹായിക്കല്. അവസാനത്തെ മുസ്ലിമും അക്കരയിലെത്തി. അപ്പോഴേക്കും അവസാനത്തെ കാഫിറും കടലിലും എത്തി. ഫിറോനും ഫിറോന്റെ അനുയായികളും. ഫിറോൻ എന്താന്ന് പറഞ്ഞത്? ഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. എന്തിനായിരുന്നു ഇങ്ങനെ ചെയ്തത്? അല്ലാഹു തആല മൂസ നബി തൂരി സീനായിൽ വെച്ച് പഠിച്ച അള്ളാഹ് ആരാണെന്ന് മൂസ നബിക്ക് പഠിപ്പിക്കണം. കുണിയാ സമ്മേളനത്തിൽ വെച്ച് ഫിറോൻ പ്രസംഗിച്ച നാദാ ഫിർഔനു ഫീ ഖൗമിഹി, എല്ലാരും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഖാല യാ ഖൗമി അലൈസ ലീ മുൽക്കു മിസ്ര വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ. ഓ എൻ്റെ കൗമേ, നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? ഈ രാജ്യത്തെ ഭരിക്കുന്നത് ഞാനല്ലേ, ഈ രാജ്യം എൻ്റെതല്ലേ, ഞാനല്ലേ നിങ്ങളെ രാജാവ്, ഞങ്ങളല്ലേ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടത്തി തരുന്നത്. മൂസ പറയുന്നു അള്ളാഹു ആണ് എന്ന്. വഹാദിഹിൽ അൻഹാറു, ഈ നദികൾ, ഈ ചെങ്കടൽ, ഈ നൈൽ നദി, തജ്രി മിൻ തഹ്തി, എൻ്റെ അധികാരത്തിന്റെ ചോട്ടിലല്ലേ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾക്ക് എന്താ കണ്ണ് കണ്ടൂടെ? മിസ്രിന്റെ മുൽക്ക് എൻ്റെ കയ്യിലല്ലേ, കടലിന് കരിയും എൻ്റെ കയ്യിലല്ലേ. മൂസ പറയുന്നു അള്ളാൻ്റെതാണെന്ന്. നിങ്ങൾക്ക് എന്താ കണ്ടൂടെ? അഫലാ തുബ്സിറൂൻ. അതായിരുന്നു ആ പ്രസംഗം. കുണിയാ സമ്മേളനത്തിന്റെ പ്രമേയമായിരുന്നു അത് ഫിറോന്റെ കാലത്ത്. അതെ, അല്ലാഹു തആലക്ക് 2 ദൗത്യങ്ങൾ, 2 ഇടപെടലുകളാണ് നടക്കുന്നത്. ഒന്ന്, തൂരി സീനായിൽ വെച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഇടപെടൽ പഠിച്ചിട്ടുണ്ട്. ആ വടി വെച്ചുകൊണ്ട് ഖാല ഹിയ അസായ അതവക്കഉ അലൈഹാ വഅഹുശു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബു ഉഖ്റ. ആ വടി വെച്ചുകൊണ്ട് അല്ലാഹു തആല ഇടപെടുന്ന രീതി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് മൂസ നബിക്ക്. രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുണ്ടെന്താണ്? ആരാണ് സമുദ്രത്തിന്റെ ഉടമസ്ഥൻ എന്ന് ഫിറഔനെ ബോധിപ്പിച്ചു കൊടുക്കണം അല്ലാഹു തആലാക്ക്. അള്ളാഹു ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ മുമ്പും പിറവും ഭയങ്കര സംവിധാനങ്ങളായിരിക്കും. അത് നമുക്ക് മനസ്സിലാവില്ല. എന്തിനാണ് നരേന്ദ്രമോദി ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് എന്ന് അള്ളാഹു നന്നായി അറിയുന്നവരാണ്. ഇത് മാറ്റാനും കൊടുക്കാനും കഴിവുള്ളവൻ അള്ളാഹുവാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയോ മതനേതാക്കന്മാരുടെയോ ഒരു ശുപാർശയുമില്ലാതെയാണ് കേരളത്തിന്റെ ഭരണത്തെ അല്ലാഹു തആല മാറ്റിയിരിക്കുന്നത്. അള്ളാഹു മാറ്റിയതാണ്. തുഅ്തിൽ മുൽക മൻ തശാ. അല്ലാഹ്, നീ ഉദ്ദേശിച്ചവരുടെ കയ്യിലാണ് നീ അധികാരം ഏൽപ്പിക്കുക. വ തൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിച്ചവരുടെ കയ്യിൽ നിന്ന് ഭരണത്തെ നീ ഊരിക്കളയും. അത് കൃത്യമായിട്ട് അല്ലാഹു തആല കേരള ജനതയെ പഠിപ്പിക്കുകയാണ് ഇപ്പോൾ. എന്നാലും മുസ്ലിങ്ങൾക്ക് മനസ്സിലാവില്ല, സംഘടനക്കാർക്കും മനസ്സിലാവില്ല, ഷിയാക്കൾക്ക് തീരെ മനസ്സിലാവില്ല.
ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സമവാക്യങ്ങളെയും സംഘടനാ മേധാവികളായ ഷീഈ പുരോഹിതന്മാരുടെ ജൽപ്പനങ്ങളെയും കാട്ടിൽ പരത്തിക്കൊണ്ട് അഹ്ലുസുന്ന അർശിന്റെ റബ്ബിനോട് ചോദിച്ചത് അള്ളാഹു നടപ്പിലാക്കിയല്ലേ ഇപ്പോൾ ചെയ്തത്. ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, ആർക്കും ക്രെഡിറ്റ് ഇല്ല. കോൺഗ്രസിനും ഇല്ല ക്രെഡിറ്റ്, ലീഗിനും ഇല്ല ക്രെഡിറ്റ്, ആർക്കും ഇല്ല ക്രെഡിറ്റ്. ക്രെഡിറ്റ് മുഴുവനും അള്ളാഹു തആലാക്കാണ്. അവൻ തന്നെയാണ് മാലിക്കുൽ മുൽക്ക്, അവൻ തന്നെയാണ് തൂത്തിൽ മുൽക്ക മൻ തശാ വ തൻസ്. അല്ലെങ്കിൽ അല്ലാന്ന് പറ. മൗലവി വന്നത് ശരിയല്ലാന്ന് ഇപ്പോൾ ഈ സംഘടനക്കാരും ഇവിടുത്തെ ഷിയാക്കളും പുരോഹിതന്മാരൊക്കെ പറയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടുത്തെ ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തുള്ള പുരോഹിതന്മാരെ മാറ്റി നിർത്തി രാഷ്ട്രീയത്തിൽ നിങ്ങൾക്കൊരു ചുക്കുമില്ല എന്ന് രാഷ്ട്രീയക്കാരോട് പറഞ്ഞു, നിങ്ങൾ പണിയെടുത്തോളൂ, ഞാൻ കാര്യങ്ങൾ നടത്തിത്തരാമെന്ന്. സംഭവിച്ചതോ? അള്ളാഹുവിൻ്റെ കുദറത്ത് സംഭവിച്ചു, അവൻ്റെ ഇടപെടൽ പൂർത്തിയായി. ഇവിടെ ആർക്കും അതാണ് നിയുക്ത മുഖ്യമന്ത്രിയായ സതീശൻ പറഞ്ഞൊരു വാക്കിനോട് ഒരു വാക്ക് ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടു, എല്ലാം ദൈവനിയോഗം. അല്ലേ? അയാൾ പറഞ്ഞിട്ടില്ലേ? അയാള് മുഖ്യമന്ത്രി ആയ ഉടനെ തന്നെ അയാൾ ആദ്യം പറഞ്ഞ വാക്കതാണ്. അയാൾ തീരുമാനിച്ച ഉടനെ തന്നെ എല്ലാം ദൈവനിയോഗം, ജനം ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക. അത് രണ്ടാമത്തെ കാര്യം. അതുകൊണ്ട് ആദ്യം പറഞ്ഞ വാക്കിനോടാണ് എല്ലാം ദൈവനിയോഗം. അതെ, ദൈവനിയോഗം, അള്ളാഹുവിൻ്റെ നിയോഗം. അതാണ് തന്നെ. അഹ്ലുസുന്ന വളരെ ബോധവാന്മാരായിരിക്കണം. വളരെ ചെറിയ ന്യൂനപക്ഷമാണ് അഹ്ലുസുന്ന. ഞാൻ പറഞ്ഞല്ലോ 1.5%, 2% ഇന്ത്യയിൽ അഹ്ലുസുന്ന സലഫികൾ. അവരാണ് അള്ളാഹുവിനോട് പറഞ്ഞത്. അതെ, തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് നമ്മളെല്ലാം ചെയ്തത് എന്താണ്? അന്ന് രാത്രി എഴുന്നേറ്റ് അള്ളാഹുവിനോട് പറഞ്ഞു, ഏ അല്ലാഹ്, കേരളത്തിലെ ജനത്തിൻ്റെ ഹൃദയം നിന്റെ കയ്യിലാണ്, നീ റബ്ബുൽ ഖുലൂബാണ്, കൽബുകളുടെ റബ്ബ് നീയാണ്, റബ്ബുന്നാസ്, അന്നാസിൻ്റെ റബ്ബ് നീയാണ് അള്ളാഹുവേ. പോളിംഗ് ബൂത്തിൽ ചെല്ലുന്ന സന്ദർഭത്തിൽ ആർക്ക് കുത്തണമെന്ന് നീയാണ് തീരുമാനിക്കേണ്ടത്. ഈ വോട്ടർമാരും അല്ല, ആരും അല്ല തീരുമാനിക്കേണ്ടത്, അള്ളാഹു തീരുമാനിച്ചില്ലേ? അത് അവിടെ അങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണെന്ന് രാഷ്ട്രീയക്കാർ പറയും പോലെ നമ്മൾ പറഞ്ഞാൽ പറ്റുകയില്ലല്ലോ. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇന്നലെ വരെ RSSന്റെ ഇന്ത്യ രാജ്യത്തിന്റെ നാഷണൽ നേതാവായി മുസ്ലിം ഉമ്മത്തിന്റെ മേൽ കെട്ടുകെട്ടുത്ത നടപടികളുമായി പോയ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വോട്ട് വാങ്ങി ആണുങ്ങളെപ്പോലെ ജയിച്ചു വന്നപ്പോൾ നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവിന്റെ സംവിധാനം അതാണ്. ഇന്നലെ വരെ ഖത്താബിന്റെ മകർ ഉമർ, അഷ്റഫുൽ ഖൽക്കിന്റെ കഴുത്തിന് നേരെ വാളുമോങ്ങി നടന്ന ഉമർ ഇന്ന് അഷ്റഫുൽ ഖൽക്കിന്റെ സഹായിയാണ്. സന്ദീപ് വാര്യരെ സംബന്ധിച്ച് ആരോ കുറ്റം പറഞ്ഞപ്പോൾ സന്ദീപ് വാര്യർ നടത്തിയൊരു പ്രസംഗം, നിങ്ങൾ ഖലീഫ ഉമറിനെയും നിഷേധിക്കുകയാണോ? ഖലീഫ ഉമർ പണ്ട് എന്തൊക്കെ ചെയ്തിട്ടാണ് പിന്നീട് എല്ലാവരുടെ നേതാവായത്? നിങ്ങൾ അങ്ങനെ കണക്കാക്കിയാൽ മതി എന്നെ. എത്ര വിനീതമാണ് ആ വാക്ക്. ബാഹ്യമായ വാക്കുകളെയും പ്രവൃത്തികളെയുമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഉള്ളിലുള്ളതെല്ലാം അള്ളാഹുവിലേക്ക് വിടുക. നാളെ എന്ത് സംഭവിക്കുമെന്ന് ജൂതന്മാരുമായും നസാറാക്കളുമായും ഖുറൈശികളുമായും കരാറിലെത്തുന്ന സന്ദർഭത്തിൽ എന്താണ് അള്ളാഹു തആല പറഞ്ഞത്? ഓ നബി, അവർ കരാറിന് വേണ്ടി വന്നാൽ, സന്ധിക്ക് വേണ്ടി വന്നാൽ നിങ്ങൾ സന്ധി ചെയ്യുക, അള്ളാഹുവിൽ തവക്കലാക്കുക, അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കയറി നോക്കണ്ട. അല്ലേ അള്ളാഹു തആല റസൂലുള്ളാഹി നിങ്ങളോട് പറഞ്ഞത്? കരാർ വേണ്ടിയിട്ട് അവർ വന്നപ്പോ ഇവിടെയാണ് നാം ചരിത്രത്തിന്റെ, ഇത് കേരളമല്ലേ, അതെന്താ ഇസ്ലാമുമായിട്ട് കൂട്ടി പറയുന്നത്? ഏതോ അള്ളാഹുവിൻ്റെ ആണ് കേരളം. ലില്ലാഹി മാഫിസ് സമാവാത്തി വൽ അർദ്, അള്ളാഹുവിൻ്റെതാണ്. ലഹു മാഫിസ് സമാവാത്തി വൽ അർദ്, അള്ളാഹ്ക്ക് അവകാശപ്പെട്ടതാണ് ആകാശഭൂമികളുടെ സർവ്വതും. നാം പണ്ടേ പറയുന്ന വിഷയമല്ലേ, ഇന്ത്യ രാജ്യത്തിന് ഒരു ഭരണമുണ്ട്, ആ ഭരണം അള്ളാഹുവിൻ്റെതാണ്. ഇന്ത്യ രാജ്യം ഭരിക്കാൻ ഒരു പ്രധാനമന്ത്രിയുണ്ട്, മൂപ്പരെ നിയമിച്ചത് അള്ളാഹുവാണ്. നിയമിക്കാനും അള്ളാഹു കഴിവുള്ളവനാണ്, അതേപോലെ ചെവി പിടിച്ച് പുറത്താക്കാനും അള്ളാഹു കഴിവുള്ളവനാണ്. പക്ഷെ എന്ത് വേണം? ആ അള്ളാഹുവിനെ ഇടപെടിപ്പിക്കാൻ യോഗ്യതയുള്ളൊരു ന്യൂനപക്ഷം ഈ രാജ്യത്തുണ്ടാവണം. അത് നമ്മളാവണം എന്നാണ് നാം പറയുന്നത്. അത് നമ്മളാവണം എന്നാണ് നാം പറയുന്നത്. അവിടെ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തിനും വിഷയം വരുന്നില്ല. ഇന്ത്യ രാജ്യത്ത് സലഫിയത്ത് പറയുന്ന ആകെ 1.5% പേരാണ് മൊത്തത്തിൽ നോക്കിയാൽ. ബാക്കി 98% ഷീഇയ്യത്തിന്റെ ഭാഗത്താണ്. ശരീഅത്തിന്റെയും ഷീഇയ്യത്തിന്റെയും വക്താക്കളാണ്. അള്ളാഹുവിനെ മാത്രം പ്രശ്നത്തിൽ എല്ലാ കാര്യത്തിലും ഇദാ സഅൽത ഫസ്അലില്ലാ,
അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം കഴുതപ്പുറത്തിരുത്തിയിട്ട് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത്, യാ ഗുലാം, ഓ മോനെ, നീ അള്ളാഹിനെ പരിഗണിക്കും മോനെ. കുഞ്ഞിനോടാണ്. അഷ്റഫുൽ വഫാത്താകുമ്പോൾ താരീഖിന്റെ ഒരു മക്കളെ പറഞ്ഞത് എന്താ? 8 or 10 വയസ്സ്, 10 or 11 വയസ്സാണ് വഫാത്താകുന്ന സമയത്ത് ഇബ്നു അബ്ബാസിന്. അപ്പൊ കുട്ടിപ്രായത്തിൽ 5, 4, 5, 6 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് ഇബ്നു അബ്ബാസിനോട് പറയുന്നത്, യാ ഗുലാം. കുട്ടികളെ വിളിക്കുന്ന ശൈലിയാണത്. യഹ്ഫളില്ല, നീ അള്ളാഹിനെ പരിഗണിക്കും മോനെ. യഹ്ഫളുക്കല്ലാഹ്, നിന്നെ അള്ളാഹ് പരിഗണിക്കും. ഏത് വിഷയത്തിൽ? കഫൻ തുണിന്റെ വിഷയത്തിലോ മീസാങ്കലിന്റെ കാര്യത്തിലോ? മീസാങ്കലിന്റെയും കഫൻ തുണിന്റെയും മുങ്കറിന്റെ കിറിന്റെ വിഷയത്തിൽ മാത്രമാണോ അള്ളാഹിന്റെ പരിഗണന? അപ്പൊ ഈ ദുനിയാവിന്റെ കാര്യം, ദില്ലിയുടെ കാര്യം, തിരുവനന്തപുരത്തിന്റെ കാര്യം ഒന്നും അള്ളാഹിന്റെ പരിഗണനയിൽ പെട്ടതല്ല. യഹ്ഫളില്ല യഹ്ഫളുക്കല്ലാഹ്. വീണ്ടും പറഞ്ഞു, യഹ്ഫളില്ല തജിദുഹു തുജാഹക്. എന്താണ് ആ വാക്ക്? യഹ്ഫളില്ല, നീ അള്ളാഹിനെ പരിഗണിക്കും മോനെ. തജിദുഹു തുജാഹക്, നിന്റെ മുമ്പിൽ നിനക്ക് അള്ളാഹിനെ കണ്ടെത്താൻ പറ്റും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ. തജിദുഹു തുജാഹക്. ഇദാ സഅൽത ഫസ്അലില്ല, എന്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ നീ അള്ളാഹിനോട് ചോദിക്കും മോനെ. ഭരണം മാറണോ? നീ അള്ളാഹിനോട് ചോദിക്കും. ഭരണകൂടത്തെ മാറ്റണോ? നീ അള്ളാഹിനോട് ചോദിക്കും. ജനകീയ ജനാധിപത്യമാണ് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ. ആ ജനകീയ ജനാധിപത്യം കൽബുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ കൽബിന്റെ റബ്ബ് അള്ളാഹു മാത്രമാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഭൂലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ കൽബിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഒരാൾക്കും കഴിയില്ല. അത് ശസ്ത്രക്രിയ നടത്തിയിട്ടൊന്നും വോട്ടുണ്ടാക്കാൻ പറ്റൂല. അങ്ങനെ CPM വോട്ട് ചെയ്യുന്നവരുത്തൻ്റെ കൽബിനെ ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയിട്ട് കോൺഗ്രസിന് വോട്ടാക്കി മാറ്റാൻ പറ്റുമോ? അങ്ങനെ ഉണ്ട് സംവിധാനം? പ്ലാസ്റ്റിക് സർജറി വോട്ടിങ്ങിൽ ഇല്ല. ആർക്ക് കുത്തണോ അള്ളാഹു തീരുമാനിക്കണം. തീരുമാനിച്ചു അള്ളാഹു താല. അതുകൊണ്ടാണ് നമ്മുടെ ഇടത് വലത് എന്നുള്ള വിഷയം നമ്മൾ പറയുന്നേ ഇല്ല ഇവിടെ. നമ്മളങ്ങനെ ഇടതിനെയും വലതിനെയും അങ്ങനെ കുറ്റവും കുറവും ഗുണവും ഒന്നും പറയുന്നില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ ഇടപെടലാണ് നടന്നത് എന്ന് നാം ലോകത്തോട് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെയും അനുയായികളെയും അവസാനത്തെ മെമ്പറും അക്കരയിലെത്തി, സിറിയയിലെത്തി. ഫറോവ പറഞ്ഞു, നിങ്ങളോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ കുണിയ സമ്മേളനത്തിൽ വെച്ച് ഈ കടൽ എന്റേതാണെന്ന്, ഈ സമുദ്രം എന്റേതാണെന്ന്, ഈ ചെങ്കടലിനെയും നൈൽ നദിയെയും ഞാനാണ് നിയന്ത്രിക്കുന്നത്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാനാണ് ഈ കടലെ വളർത്തിയത്. മൂസ ദുരുപയോഗപ്പെടുത്തിയതാണ്. എത്രയും പെട്ടെന്ന് ഇറങ്ങിക്കോ. ഫറോവയും സമൂഹവും ഇറങ്ങി. അവസാനത്തെ വ്യക്തിയും കടലിന്റെ നടുക്കെത്തിയപ്പോൾ അല്ലാഹു തആല കടലോട് പറഞ്ഞു, ഓടിക്കോ. അതെ, അള്ളാഹ്ക്ക് ആവശ്യമുണ്ട് കടൽ ആരതാണെന്ന് ഫിറോവിനെ ബോധിപ്പിച്ചു കൊടുക്കണം. അന്നെന്താ ഫിറോൻ പറഞ്ഞത്? ഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ കടൽ എൻ്റെ കക്ഷടിയിലാണ്, ഞാനാണ് ഈ കടലിനെ നിയന്ത്രിക്കുന്നത് എന്ന്. അല്ലടോ, ഞാനാണ് എന്ന് അള്ളാഹ്ക്ക് മറുപടി പറയണം. അതിനാണ് സംഭവിച്ചത്. അതിനാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മുസ്ലിമീങ്ങളെയും അല്ലാഹു തആല നാട് കടത്തിയത്. ഇപ്പോഴാണ് അള്ളാഹുവിന്റെ ഹിക്മത്ത് മനസ്സിലാകുന്നത്. അങ്ങനൊരു സംഭവം നടന്നില്ല എങ്കിൽ ഇങ്ങനൊരു സംഭവം നടക്കുമായിരുന്നില്ല. അപ്പൊ മുസ്ലിമീങ്ങൾക്ക് ഇച്ചിരി പ്രയാസങ്ങളൊക്കെ വരും, ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ വരും. അതനുസരിക്കുന്നുണ്ടോന്ന് അള്ളാഹ്ക്ക് അറിയണം. അഹസിബന്നാസ് അൻ യുത്റകു അൻ യഖൂലു ആമന്ന, ഞങ്ങൾ തൗഹീദിന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ട് നടക്കുകയാണ് 40 കൊല്ലമായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ വിട്ടേക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോയോ? ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, മൂമിനീങ്ങളാണ്, ആമന്ന ഞങ്ങൾ മൂമിനീങ്ങളാണ് എന്ന് നിങ്ങളെ നാം കൊണ്ട് പ്രസംഗിച്ചതിന്റെ പേരിൽ മാത്രം നിങ്ങളെ വിട്ടേക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോയോ? ഫഹും ലാ യുഫ്തനൂൻ, കെട്ടുകെട്ടുത്ത പരീക്ഷണത്തിന് വിധേയമാക്കാതെ. വലഖദ് ഫത്തന്നല്ലദീന മിൻ ഖബലിഹിം, നിങ്ങളെ പൂർവികന്മാരെയും നാം പരീക്ഷിച്ചിട്ടുണ്ട്. വലഖദ് ഫത്തന്നല്ലദീന മിൻ ഖബലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സ്വദഖു, അല്ലാഹുവാണ് എൻ്റെ എല്ലാം എന്ന് എത്രത്തോളം സത്യസന്ധമായിട്ടാണ് നിങ്ങൾ പറയുന്നത്. വലയഅലമന്നൽ കാദിബീൻ, എത്രത്തോളം സംഘടന വെച്ചുകൊണ്ട് കള്ളത്തരമാണ് നിങ്ങൾ പറയുന്നത് എന്ന് എനിക്കറിയണം. ഇതാണ് അല്ലാഹു തആല പറഞ്ഞത് സൂറത്തുൽ അൻകബൂത്തിന്റെ തുടക്കത്തിൽ. അതാണ് അല്ലാഹു തആല പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊച്ചു കേരളം മുതൽ ലോകം മുഴുവനും. അത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയമായാലും, ഇറാൻ, അമേരിക്ക, റഷ്യ, ചൈന മുതലായ രാജ്യങ്ങളായാലും, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് 2 പാർട്ടിയേ ഉള്ളൂ. ഒരു പാർട്ടി വിഷയത്തിൽ അള്ളാഹുവിനെ മാത്രം ഇടപെടിപ്പിച്ച് അള്ളാഹിന്റെ ഇടപെടൽ കാത്തിരിക്കുന്നവർ എത്ര പേരുണ്ട്. മറുപക്ഷത്ത് അസ്ബാബുകളെ പ്രതീക്ഷിച്ച്, അസ്ബാബുകളെ സംഘടിപ്പിച്ച്
കാര്യങ്ങൾ നടത്താമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഇത് രണ്ട് പാർട്ടി അല്ലാഹു തആല അറിഞ്ഞിരിക്കണം. ഫല യഅലമന്ന അല്ലാഹുല്ലദീന സദഖു വല യഅലമന്നൽ കാദിബീൻ. അത് തിരിച്ചറിയുക തന്നെ ചെയ്യും അല്ലാഹു തആല. അള്ളാഹിന്റെ സമയമുണ്ട്. ആ സമയം വരുമ്പോൾ ഇന്ന് കേരളത്തിൽ സംഭവിച്ചതുപോലെ ലോകത്തും പശ്ചിമേഷ്യയിലും സംഭവിക്കാൻ പോവുകയാണ്. എന്താണെന്ന് ഇപ്പം ഞങ്ങൾ പറയുന്നില്ല. നിങ്ങൾ എന്നെ ഭ്രാന്തൻ എന്ന് വിളിക്കും. അതെ, ഭ്രാന്തൻ എന്ന് വിളിച്ചോട്ടെ, ഭ്രാന്തെന്ന് പറഞ്ഞോട്ടെ, ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എനിക്കെൻ്റെ റബ്ബോടാണ് ഇഷ്ടം. സൂഫി പാടിയത് അങ്ങനെയല്ല. സൂഫി പാടിയത് ഭ്രാന്തെന്ന് പറഞ്ഞോട്ടെ, ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എനിക്കെൻ്റെ ഹബീബോടാണ് ഇഷ്ടം. ശരിയും തന്നെ. പക്ഷെ എനിക്കെൻ്റെ റബ്ബിനോടാണ് ഇഷ്ടം. ഭ്രാന്ത് പറഞ്ഞാലും ഭ്രാന്തനെന്ന് പറഞ്ഞാലും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 കൊല്ലം കഴിഞ്ഞു. അപ്പോഴേക്കും സംഗതി ആകെ വഷളായി. അഷ്റഫുൽ ഖൽക്കിന്റെ ഭൗതിക സഹായിയായിരുന്നു അബൂ താലിബ്, ആത്മീയ സഹായിയായിരുന്നു ഖദീജത്തുൽ കുബ്ര. രണ്ടുപേരെയും അള്ളാഹു പിൻവലിച്ചു. സാങ്കേതിക സഹായം നൽകിയ അബൂ താലിബിനെയും പിൻവലിച്ചു, ആത്മീയ സഹായം നൽകിയ ഖദീജാനെയും പിൻവലിച്ചു അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ പൂർണ്ണമായും അഷ്റഫുൽ ഖൽക്ക് അക്ഷരാർത്ഥത്തിൽ യതീമായി. ആരുമില്ല. ഉപ്പാന്ന് വിളിക്കാൻ ഉപ്പയില്ല, ഉമ്മാന്ന് വിളിക്കാൻ ഉമ്മയില്ല, ഉപ്പുപ്പാന്ന് വിളിക്കാൻ ഉപ്പുപ്പയില്ല, ജ്യേഷ്ഠാനുജന്മാരില്ല, പെങ്ങന്മാരില്ല, ആരോരുമില്ല അഷ്റഫുൽ ഖൽക്കിന്. ആകെയുള്ള 2 പേര് പോയി. സന്ദർഭം ഒന്നും മനസ്സിൽ. ഇത് വയല് പറഞ്ഞ് കാശുണ്ടാക്കാൻ മുസ്ലിയാക്കന്മാർക്ക് പറഞ്ഞു കൊടുത്ത കഥയല്ല, പള്ളിക്ക് മുനാരം കെട്ടാൻ കാശുണ്ടാക്കാനുള്ളതുമല്ല. ഇത് എൻ്റെയും നിങ്ങളെയും ദൈനംദിന ജീവിതത്തിലുള്ള അനുഭവമാക്കി മാറ്റാനുള്ളതാണ്. അത് സലഫികൾക്ക് മാത്രമേ കഴിയുള്ളൂ, ഷിയാക്കൾക്ക് കഴിയില്ല. ഷിയാക്കൾ അഷ്റഫുൽ ഖൽക്കിനെ വിറ്റ് ജീവിക്കുമ്പോൾ അഷ്റഫുൽ ഖൽക്കിന്റെ വികാരം സ്വന്തം വികാരമാക്കി മാറ്റുകയാണ് സലഫികൾ. അതാണ് സലഫികളുടെ ഉത്തരവാദിത്തം. അതുകൊണ്ടാണ് സലഫികൾ ന്യൂനപക്ഷമായത് ലോകത്തു. ആ ഒരു വികാരം എല്ലാവർക്കും കിട്ടണമെന്നില്ല. ജൂതം പഠിപ്പിച്ച കല്യാണത്തിന് ഭാര്യാമക്കളെയും കൂട്ടിയിട്ട് ഊര് ചുറ്റുമ്പോൾ ഫാത്തിമാനെയും ഫാത്തിമാന്റെ മക്കളെയും ഓർമ്മ വരണമായിരുന്നു. ആ ഓർമ്മയില്ലാത്തവർ ഫലസ്തീനികൾക്ക് വേണ്ടി പറയുന്നത് കാപട്യമാണ്, കപടതയാണ്. ഫലസ്തീൻ മക്കളോട് എന്ത് കൂറാണ് ഈ സമൂഹത്തിനുള്ളത്? എന്ത് കൂറാണുള്ളത്? 5 ദിവസം 10 ദിവസം നടക്കുന്ന കല്യാണത്തിന് ഭാര്യനെയും മക്കളെയും കുഞ്ഞു കുട്ടികളെയും ലക്ഷക്കണക്കിന് ഉറുപ്പ്യന്റെ ഡ്രസ്സും ധരിപ്പിച്ച് ഊര് ചുറ്റുന്ന സന്ദർഭത്തിൽ ആ ഫാത്തിമാനെ ഓർക്കാമായിരുന്നില്ലേ? ആ ഹസനെയും ഹുസൈനെയും ഓർക്കാമായിരുന്നില്ലേ? എന്നിട്ട് മതി ഫലസ്തീൻ സ്നേഹം. എന്താ ബഹിഷ്കരിക്കാമായിരുന്നില്ലേ ജൂതക്കല്യാണം? കോടികൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ബിരിയാണി വെച്ച് കല്യാണത്തിന് വേണ്ടിയിട്ട് ജൂതന്റെ ഹാളും ഗ്രൗണ്ടും തിരഞ്ഞെടുത്ത് ആണും പെണ്ണും ജൂതം പഠിപ്പിച്ച വസ്ത്രവും ധരിച്ച് പാട്ടും പാടി കൂത്താടുമ്പോൾ പറയാമായിരുന്നില്ലേ ഈ സമുദായത്തിന് ഞാനില്ല, എൻ്റെ ഫലസ്തീനിലെ മക്കളോടാണ് എനിക്ക് സ്നേഹം, ആ മക്കൾ പട്ടിണി കിടക്കുകയാണ്, ഈ കൂത്താട്ടത്തിന് ഞാനില്ല എന്ന് പള്ളിയിലെ ഖത്തീബിന് പറയാമായിരുന്നില്ലേ? കല്യാണം നടത്തുന്നവനോട്, സംഘടന നേതാക്കന്മാർക്ക് പറയാമായിരുന്നില്ലേ? കല്യാണം നടത്തുന്നവനോട് ഞാനില്ല, ബിരിയാണി എനിക്ക് വേണ്ട, എൻ്റെ ഫലസ്തീനിലെ മക്കൾ പട്ടിണി കിടക്കുകയാണ്. ധൈര്യമുണ്ടോ പറയാൻ? ഉളുപ്പുണ്ടോ ഇവർക്ക്? കഴുത്തിന് കൊണോനും കെട്ടി ജൂതന്റെ സൂട്ടുവിട്ട് നസ്രാനിയുടെ സ്രായു വിട്ട് മൗലവി നിക്കാഹിന്റെ പ്രസംഗം എന്നും പറഞ്ഞ് 10,000-കണക്കിന് ആളെ അഭിസംബോധനം ചെയ്ത് സകല ജൂതന്റെ ഒന്നിച്ചിരുന്നിട്ട് ഒരു ഉളുപ്പും ബിരിയാണി തിന്ന് പിരിഞ്ഞില്ലേ? നിങ്ങൾക്ക് ഫലസ്തീനോ? സംഘടനകൾക്ക് ഫലസ്തീൻ എന്ത് കൂറാണ് നിങ്ങൾക്ക് പറഞ്ഞത്? നിങ്ങൾ കപടന്മാരല്ലേ? നിങ്ങൾ ഫലസ്തീന്റെ പേരും പറഞ്ഞ് ഈ ഉമ്മത്തിനെ പറ്റിക്കുകയല്ലേ സംഘടനയും സംഘടന നേതാക്കന്മാരും? അതിന് ചില്ലറയൊന്നും പോരാ. എനിക്ക് ആ കല്യാണ പന്തൽ ഇരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം എനിക്കെൻ്റെ ഹബീബിനെ ഓർമ്മ വരുന്നു, എൻ്റെ ഹബീബിൻ്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമാനെ, ആ ഫാത്തിമാൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഹസൻ ഹുസൈനെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വെറും ഒരു നാടൻ കുപ്പായി ഇട്ടിട്ട് നടക്കുന്ന ആ ഹസൻ ഹുസൈൻ ഇല്ലേ? മറുപക്ഷത്തെ പണക്കാർ ജീവിക്കായിരുന്നില്ലേ? ഉത്തുബത്തിൻ്റെ ഷൈബത്തിൻ്റെ നാട്ടുകാരല്ലേ അവര്? വലീദിന്റെ നാട്ടുകാരല്ലേ അവര്? നിങ്ങൾക്കൊന്ന് ആലോചിക്കാമായിരുന്നില്ലേ?
പരിശുദ്ധ റമദാൻ മാസത്തിന്റെ അവസാനത്തെ പത്തിൽ നാട്ടിന്റെ നാനാഭാഗത്തും കിച്ചൺ സെന്ററുകൾ ഉണ്ടാക്കി, വ്യത്യസ്ത ഭക്ഷണങ്ങൾ ഉണ്ടാക്കി, ലൈറ്റിന്റെ മനോഹരിതയും ഡാൻസും കൂത്തും പാട്ടും കളിക്കുന്ന അവസാനത്തെ പത്തിൽ ഖിയാമുല്ലയിലും ഇത്തിക്കാഫ് ഉപേക്ഷിച്ച് വെടറി മക്കളെയും കൂട്ടിയിട്ട് തെണ്ടിയിലെ വെറും ആകാശത്തിലെ നിലാവിനെ നോക്കി കൊരക്കുന്ന കുറുക്കന്മാരെ മാതിരി റമദാൻ മാസത്തിന്റെ രാത്രികളിൽ ചെലവാക്കിയില്ലേ തെരുവുകളിൽ? നിങ്ങൾക്ക് എന്ത് ഫലസ്തീൻ? നിങ്ങൾക്ക് ഓർക്കാമായിരുന്നില്ലേ ഫലസ്തീനിലെ മക്കൾ പട്ടിണിയാണ്, ഞാൻ എൻ്റെ മക്കളെയും കൂട്ടിയിട്ട് ഈ രാത്രി തെണ്ടുന്നത് ശരിയല്ല എന്ന്? വല്ല ബോധമുണ്ടായോ ഈ സമുദായത്തിന്, ഈ സംഘടനാ നേതാക്കന്മാർക്ക്? ഒന്ന് പറയാമായിരുന്നില്ലേ ആരും അതിൽ പങ്കെടുക്കരുത്, ഫലസ്തീനിലെ മക്കൾ പട്ടിണിയിലാണ്, പറയാമായിരുന്നില്ലേ? ആഴ്ചയിൽ 5 കല്യാണം ഉണ്ടെങ്കിൽ 5 ഡ്രസ്സല്ലേ മക്കൾക്ക് വേണ്ടി എടുക്കുന്നത്? പെണ്ണല്ലേ കല്യാണം നിയന്ത്രിക്കുന്നത്? ജൂതം പഠിപ്പിച്ച കല്യാണമല്ലേ അത്? ഇവിടുത്തെ സംഘടനാ നേതാക്കന്മാരെല്ലാം ആ കല്യാണത്തിൽ നീങ്ങി തിരങ്ങുകയല്ലേ? മുതലാളിമാരും ആജാക്കന്മാരും മുസ്തേക്കന്മാരും മൗലവിമാരും എല്ലാം ബഹിഷ്കരിക്കാമായിരുന്നില്ല ഈ കല്യാണം ജൂതൻ്റെതാണ്? എൻ്റെ ഫലസ്തീൻ്റെ മക്കൾക്ക് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുമ്പോൾ കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവഴിച്ചിട്ട് ഉണ്ടാക്കിയ ഭക്ഷണം തിന്നാൻ ഞാനില്ല എന്ന് പറയാമായിരുന്നില്ലേ പള്ളിയിലെ ഖത്തീബിനും പള്ളിയിലെ മൗലവിക്കും? ഒരു ഉളുപ്പുമില്ലാണ്ട് പോയി തിന്നിട്ട് വന്നില്ലേ ഹാളുകളിൽ, കല്യാണ മണ്ഡപങ്ങളിൽ? ഇപ്പോഴും കയറി ഇറങ്ങുകയല്ലേ എല്ലാവനും, കഴുത്തിന് കോണവനും കെട്ടിയിട്ട്? മൗലവിമാര് കഴുത്തിന് കോണവനും മുസ്ലിയാക്കന്മാരെ തലയിൽ പച്ചക്കെട്ടും, രണ്ടാളെ യൂണിഫോമാണ്. മൗലവിമാർക്ക് കഴുത്തിന് കോണവൻ ജൂതന്റെ സൂട്ട്, മറ്റവർക്ക് പച്ചക്കെട്ട്. എന്നിട്ട് അവസാനം 10,000 ആളെ അഭിസംബോധനം ചെയ്തൊരു ഖുത്ബയും ഒരു പ്രസംഗം. എന്നിട്ട് അവസാനം സവ്വൈതുക വങ്കഹതുക കൊടുങ്കയത്തിലേക്ക് അൽ ഫാത്തിഹ, ഷിയാന്റെ വക. അള്ളാഹുവിനോട് ഒറ്റ ദുആ ആണ്, അള്ളാഹ് ഈ മുസീബത്തും നാശവും ഒന്നും കൂടുതൽ കാലം കാണിക്കല്ലേ അള്ളാഹ്. ഇതാണ് ദുആ ഇപ്പോൾ. സമയം കുറയല്ലേ? അല്ലാഹു അക്ബർ. ഇല്ല, കൂടുതലൊന്നും ആയിട്ടില്ല. 7 മണിക്കെല്ലാം അവതരിച്ചിന്, പിന്നെ 8:30 വലിയ സമയമാണ്. ശരി, തീർത്തേക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലേക്ക് വിളിച്ചു. ഓ മുഹമ്മദ്, ഇങ്ങോട്ട് വാ, ഇവിടെ വല്ലതും വന്ന് കണ്ട് കേട്ടിട്ട് പോകാം. ആരുമില്ല, ബേജാറാവണ്ട, ഞാനുണ്ട്. എന്താണത്? ഞാനുണ്ട്. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽക്കിനോട് അല്ലാഹു പറയുന്നത്, ഞാനുണ്ട് മുഹമ്മദ്, ഇങ്ങോട്ട് വാ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. ഇതിനെ ലിനുരിയഹു മിൻ ആയാതിനാ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സായിലേക്ക്, അവിടെ നിന്ന് ആകാശങ്ങളിലേക്ക് എൻ്റെ അടിമയെ ഞാനാണ് സഞ്ചരിപ്പിച്ചത്. അല്ലാഹു പറയുന്നത്, എൻ്റെ അടിമയെ. എന്തിനെന്നറിയോ? എല്ലാം കണ്ടു കേട്ടിട്ട് പോവാൻ. ലിനുരിയഹു മിൻ ആയാതിന. ഇവിടെയുള്ള സംവിധാനങ്ങളൊക്കെ ഒന്ന് കണ്ട് മുഹമ്മദിൻ്റെ മനസ്സിനെ ഒന്ന് കുളിർമയാക്കണം. അതിന് വേണ്ടിയിട്ട് പോയില്ലേ? പോയിട്ട് കൂടുതൽ അവിടെ താമസിക്കാൻ അനുവദിച്ചില്ല. ഓ മുഹമ്മദ്, ഇവിടെ കൂടുതൽ നിന്നാൽ പറ്റൂല, പെട്ടെന്ന് മടങ്ങിപ്പോണം. കാരണം അനുയായികൾ ഉണ്ട് അവിടെ നാട്ടിൽ, വിരലിലെണ്ണാവുന്ന അനുയായികൾ. അവരാരും അറിയുന്നില്ല ഈ പോക്കും വരവും ഒന്നും. ഉറങ്ങിയണീക്കുമ്പോൾ എല്ലാവരും സംഗതി പൂർത്തിയായിട്ടുണ്ട്. ഓ മുഹമ്മദ്, പെട്ടെന്ന് പോ, ഇതാ നല്ലൊരു സമ്മാനം, 5 നേരത്തെ നിസ്കാരം. ചരിത്രം തീർക്കാൻ പറ്റുമ്പോൾ എല്ലാവർക്കും അറിയുന്ന ചരിത്രം തന്നെയാണ്. 5 നേരത്തെ നിസ്കാരവുമായിട്ടല്ലേ അഷ്റഫുൽ തിരിച്ചു വന്നത്. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. മനസ്സ് നോവുന്ന സമൂഹത്തിന് അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യാനുള്ള മിഅ്റാജാണ് നിസ്കാരം. ഹദീസിൻ്റെ അല്ലേ? എപ്പോഴും വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു, ആരോ പറഞ്ഞു. തിരിച്ചു വന്നു. 11 കൊല്ലക്കാലം ഷഹാദത്ത് എന്താണെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹിക്ക് ആ ഷഹാദത്ത്, ആ കരാർ ലൈവായി മരിക്കുന്നത് വരെ നിലനിർത്താൻ ആവശ്യമായ ഇന്ധനമായിരുന്നു 5 നേരത്തെ നിസ്കാരം.
ആ ഷഹാദത്ത് നിലനിർത്താനുള്ളതാണ് നിസ്കാരം. അത്തമിസ്വലാത്തലിരിക്കിരി. അങ്ങനെ 5 നേരത്തെ നിസ്കാരം, കലിമാ നമാസ്, തബ്ലീഗുകാർ പറയും പോലെ കലിമാ നമാസ്, കലിമാ നമാസ്, ഷഹാദത്തും നിസ്കാരവും വേറൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മദീനയിലേക്ക് പോകാൻ. എന്തിന്? അന്നശബുൽ ഹൽക്കിനെ ആകാശത്തിലേക്ക് വിളിച്ചത് റസൂലുള്ളാഹി തങ്ങളുടെ സ്വന്തം കാര്യമാണ്. ഇന്ന് മദീനത്തേക്ക് പോകുന്നത് ഖിയാമത്ത് നാൾ വരെയുള്ള ഉമ്മത്തിന്റെ കാര്യമാണ്. അള്ളാഹുവിന്റെ സ്വന്തം കാര്യം, റസൂലുള്ളാഹി തങ്ങളുടെ സ്വന്തം കാര്യമായപ്പോൾ സഞ്ചരിക്കാൻ ബുറാഖ് എന്ന വാഹനം, കൂട്ടുകാരനായിട്ട് ജിബ്രീൽ. മദീനത്തേക്ക് പോകുമ്പോൾ ഇതൊന്നുമില്ല. പാവം. എന്താ അള്ളാഹിൻ്റെ കോഡൗണിൽ ബുറാഖ് തീർന്നു പോയോ? ജിബ്രീൽ എന്താ അള്ളാഹ് പറയുമ്പോൾ കേൾക്കൂലേ? ഇപ്പോൾ അഷ്റഫുൽ ഹക്കിനെ ഒരു ബുറാഖിൻ്റെ പുറത്തിരുത്തിയിട്ട് ജിബ്രീലിനെയും കൂട്ടിയിട്ട് സെക്കൻഡ് വെച്ചിട്ട് മദീനത്തെത്തിക്കാമായിരുന്നില്ലേ? എന്തിനാ 14 ദിവസം യാത്ര ചെയ്യിപ്പിച്ച അഷ്റഫുൽ ഹക്കിനെ കൊണ്ട്? പഠിക്കാനില്ലേ ചരിത്രത്തിൽ? മെഹറാജ് അഷ്റഫുൽ ഹൽക്കിൻ്റെ സ്വന്തം കാര്യമാണ്. ഹിജ്റ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാനുള്ള ദഅവത്തിൻ്റെ ഭാഗമാണ്. മദീനത്തെത്തി 2 കൊല്ലം അങ്ങനെ പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ തൂരി സീനായിൽ നിന്ന് ഈമാൻ പഠിപ്പിച്ചിട്ട് ചെങ്കടലിൻ്റെ തീരത്തെ ഇഹ്സാനിലെത്തിച്ചപ്പോൾ അഷ്റഫുൽ ഹൽക്കിൻ്റെ ഇഹ്സാൻ ബദറിൽ വെച്ച് നടക്കുകയായിരുന്നു. 15 കൊല്ലം മുഹമ്മദ് മുസ്തഫ ചെയ്ത ജോലി എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് അല്ലാഹ് അറിയണം. ഫലയഅലമന്നൽദീന സദഖു വലയഅലമന്നൽ കാദിബീൻ. അതിനാണ് ബദർ ഉണ്ടായത്. മുഹമ്മദ് നബിൻ്റെയും ഒന്നിച്ചുള്ള സഹാബാക്കളുടെയും തൗഹീദ് പരിശോധിക്കാൻ. അതിനാണ് ബദർ ഉണ്ടായത്. ബദർ യുദ്ധം, എല്ലാവർക്കും യുദ്ധം വലിയ രസമാണ്. അള്ളാഹുവിന്റെ സുന്നത്തിൽ, അള്ളാഹിന്റെ നടപടിക്രമത്തിൽ അങ്ങനെ യുദ്ധം ചെയ്തിട്ട് സമൂഹത്തെ നശിപ്പിച്ച ചരിത്രമുണ്ടായിരുന്നോ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുകയായിരുന്നോ? നമ്രൂദിനെയും പട്ടാളത്തെയും യുദ്ധം ചെയ്ത് തോൽപ്പിക്കുകയായിരുന്നോ? ഫറോവയെയും പട്ടാളത്തെയും യുദ്ധം ചെയ്ത് തോൽപ്പിക്കുകയായിരുന്നോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചിട്ട് വേണോ മുശ്രിക്കീങ്ങളെ തോൽപ്പിക്കാൻ? അല്ലാഹു തആലക്ക് അറിയേണ്ടത് ആദ്യം മുഹമ്മദ് മുസ്തഫ എത്രത്തോളം തൗഹീദിൽ പൂർണ്ണത നേടിയിട്ടുണ്ട് എന്ന്. 100 മാർക്കോടെ അഷ്റഫുൽ ഹഖ് ജയിച്ചു. ഇനി അറിയേണ്ടത് 313 ഒന്നിച്ചുള്ള സഖാക്കളുടെ തൗഹീദാണ്. അവിടെ 100 മാർക്കോടെ അവരും ജയിച്ചു. ജയിച്ചപ്പോൾ അന്ന് തൂരി സീനായിൽ അള്ളാഹു ഇടപെട്ടു. ഇവിടെ അള്ളാഹു തആല ഇടപെട്ടു വിഷയത്തിൽ. മലക്കുകളെ അയച്ചിട്ട് പറഞ്ഞു സംഗതി ഒന്ന് ഫിനിഷാക്കിയിട്ട് വരുന്നു അല്ലേ? വലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. എപ്പോഴ്? അഷ്റഫുൽ ഹൽക്കിൻ്റെയും സഹാബാക്കളുടെയും തൗഹീദ് 100% ഇഹ്സാനിൽ കലാശിച്ചപ്പോൾ അപ്പോഴാണ് അള്ളാഹു ഇടപെട്ടത്. ഇതാണ് നമ്മളോട് പറയുന്നത്. ബദർ നമുക്ക് പറയുന്ന പാഠം അതാണ്. നാം ഇഹ്സാനിലെത്തണം. ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ, കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഇഹ്സാനിലെത്തണം. എന്നിട്ട് അള്ളാഹുവിനെ പ്രശ്നത്തിൽ ഇടപെടിപ്പിക്കണം. അള്ളാഹു ഇടപെടുന്നത് കണ്ട് ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. മരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പൂർണ്ണത നാളെ ആഖിറത്തിലും കിട്ടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിനോടനുബന്ധിച്ചാണ് റമദാൻ മാസത്തെ നോമ്പും സക്കാത്തും ഫർലാക്കിയത്. ഇപ്പോൾ 4 കാര്യങ്ങളായി: ഷഹാദ, നിസ്കാരം, സക്കാത്ത്, നോമ്പ്. ഇവിടെ ഒന്നും ഹജ്ജ് ചർച്ചയിൽ വരുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവസാനമായി നൽകിയത് ഹജ്ജാണ്. എന്താണ് ഹജ്ജ്? ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും ഈമാൻ്റെയും ഇസ്ലാമിൻ്റെയും ഇടയിൽ വേർതിരിവുണ്ടാക്കാനാണ് ഹജ്ജ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റയുടെ 9-ാം കൊല്ലം ഹജ്ജിന് വേണ്ടി പോകാൻ തീരുമാനമെടുത്തു. ഒപ്പം മുശ്രിക്കീങ്ങളും ഹജ്ജിന് വേണ്ടി പുറപ്പെടാൻ ഒരുങ്ങി. ആരാണ് മുശ്രിക്ക്? ഇന്ത്യയിലെ ഹിന്ദുക്കളോ? റോമിലെ ക്രിസ്ത്യാനികളോ? യസ്രിബിലെ ജൂതന്മാരോ? പാരമ്പര്യ മുസ്ലിമീങ്ങളായിരുന്നില്ലേ അവർ ഒന്നിച്ചു പോകാൻ തീരുമാനിച്ചത്? ഇന്ന് നടക്കുന്ന അതേ സംഭവം തന്നെയല്ലേ അന്നും നടന്നത്? അഷ്റഫുൽ ഖൽഖ് ഹജ്ജിനെ പോക്ക് നിർത്തിവെച്ചു. കാരണം ഈ പാരമ്പര്യം ഖുറാഫികളെയും കൂട്ടിയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല റസൂലുള്ളാഹി തങ്ങൾ.
ഇന്ന് ഖുറാഫികൾക്കാണ് ഹജ്ജിന് മാർക്കറ്റ് കൂടുതൽ. ഖുറാഫികളെയും കൂട്ടിയിട്ട് ഹജ്ജിന് പോകാൻ അശബൽക്കും താല്പര്യമില്ല. ഹജ്ജിന് പോകുന്ന ഹാജിമാരാണ് അവർ നിസ്കരിക്കുന്നവരാണ്, ഹജ്ജ് ചെയ്യുന്നവരാണ്. അവർ മദീനത്തുനിന്ന് പോകുന്ന കൂട്ടത്തിൽ അവരുണ്ട്. ഹജ്ജിൻ്റെ സമയത്ത് മദീനത്തുനിന്നും ഖുറാഫികളും പോകുന്നുണ്ട് ഹജ്ജിന്. ഇന്ന് ഖുറാഫികൾ ഹജ്ജിന് വന്ന പോലെ. എന്താ സലഫികളെയും ഖുറാഫികളെയും വേർതിരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് സലഫികൾക്ക്, സംഘടനക്കാർക്ക്? ആരായിരുന്നു അന്ന് ഹജ്ജിന് പോയ മുശ്രിക്കീങ്ങൾ? റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു. അബൂബക്കർ സിദ്ദീഖിനെ അമീറാക്കി അയച്ചു. അബൂബക്കർ സിദ്ദീഖ് മുസ്ലിമീങ്ങൾ അമീറാണ്, ഖുറാഫികൾ അമീറല്ല. പക്ഷെ ഖുറാഫികൾക്കും മുസ്ലിമീങ്ങൾക്കും ഒരേ ഹജ്ജാണ്, അല്ലേ? അല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരേ ഹജ്ജ് തന്നെയല്ലേ രണ്ടു കൂട്ടർക്കും? ഇവിടുത്തെ സലഫികൾക്കും ഇവിടുത്തെ ഖുറാഫികൾക്കും ഉള്ള ഹജ്ജ് പോലെ തന്നെയല്ലേ അന്നും ഉണ്ടായിരുന്നത്? എല്ലാവർക്കും ഒരേ ഹജ്ജല്ലേ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നടപ്പിലാക്കിയ ഹജ്ജ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറ്റേ ഖുറാഫികളെ അമീറായിരുന്നോ? മുഅ്മിനീങ്ങൾ അമീറല്ലേ, മുവഹിദീങ്ങൾ അമീറല്ലേ? പക്ഷെ ഒന്നിച്ചവരെ യാത്ര ചെയ്യുമ്പോൾ പോകാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അവർക്കും ഹജ്ജുണ്ടല്ലോ, അവർ പാരമ്പര്യക്കാരല്ലേ, അവർ പരമ്പരാഗതമായിട്ട് മുസ്ലിമീങ്ങളല്ലേ അവർ. ഇബ്രാഹിമി ശരീഅത്തും മില്ലത്തും അനുസരിച്ച് പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട്ടിലെത്തി. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കൽപ്പന വന്നു, അദാനും മിനല്ലാഹി വറസൂലിഹി ഇലന്നാസി യൗമൽ ഹജ്ജിൽ അക്ബർ. ഓ മുഹമ്മദ് നബി, ഈ വിവരം എത്രയും പെട്ടെന്ന് ജനങ്ങൾ മാലോകരെ അറിയിക്കണം, ആരെങ്കിലും പറഞ്ഞയക്കണം. അഷ്റഫുൽ ഹക്ക് അലി അള്ളാഹു തആല അൻഹുവിനെ വിട്ടു. അദാനും മിനല്ലാഹ്, ഇത് അള്ളാഹുവിൽ നിന്നുള്ള അനൗൺസാണ്. റസൂലിഹി, അള്ളാഹിൻ്റെ റസൂലിൽ നിന്നുള്ള അനൗൺസാണ്. ആർക്ക്? ഇലന്നാസി, മാലോകർക്ക്. യൗമൽ ഹജ്ജിൽ അക്ബർ, ആ മഹത്തായ ഹജ്ജിന്റെ ദിവസം. എന്താണ് അനൗൺസ്? അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രിക്കീന വറസൂലു. മുശ്രിക്കീങ്ങളുമായിട്ട് എല്ലാ ബന്ധവും അള്ളാഹു അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആരായിരുന്നു ആ മുശ്രിക്കീങ്ങൾ? സൂറത്ത് തൗബയിൽ പറഞ്ഞ മുശ്രിക്കീങ്ങൾ ആരാണ്? ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോയ ഹിന്ദുക്കളായിരുന്നോ? റോമിൽ നിന്ന് ഹജ്ജിന് വന്ന ക്രിസ്ത്യാനികളായിരുന്നോ? യസ്രിബിൽ നിന്ന് ഹജ്ജിന് പോയ ജൂതന്മാരായിരുന്നോ? പേർഷ്യയിൽ നിന്ന് ഹജ്ജിന് വന്ന മജൂസികളായിരുന്നോ? അതോ പാരമ്പര്യ മുസ്ലിങ്ങളോ, ഇന്നത്തെ മുസ്ലിങ്ങളെ പോലത്തെ? ആരിൽ നിന്നാണ് അല്ലാഹു തആല അല്ലാഹു തആല പൂർണ്ണമായും വിരമിക്കുന്നത്? ബരീഉം മിനൽ മുശ്രിക്കീൻ. ആരെയാണ് അല്ലാഹു തആല മുശ്രിക്ക് എന്ന് പറഞ്ഞത്? കൃത്യമായി നിസ്കരിക്കുന്നവർ, കൃത്യമായി ഹജ്ജ് ചെയ്യുന്നവർ, കൃത്യമായി ഉംറ ചെയ്യുന്നവർ, കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നവർ, അള്ളാഹുവിനോട് എന്തുണ്ടെങ്കിലും അള്ളാഹുവിനോട് ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, എന്ത് പ്രശ്നം വരുമ്പോൾ അള്ളാഹിനോട് ദുആ ചെയ്യുന്നവർ, അവരല്ലേ അല്ലാഹു തആല മുശ്രിക്ക് എന്ന് വിളിച്ചത്? ബരീഉൻ അന്നല്ലാഹ ബരീഉം അന്നല്ലാഹ വറസൂലുഹു അല്ലാഹ ബരീഉം മിനൽ മുശ്രിക്കീന വറസൂലുഹു. വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ പറഞ്ഞു, ഫഇൻ തുബ്തും ഫഹുവ ഖൈറുൽ ലക്കും. തൗബ ചെയ്യുകയാണെങ്കിൽ, അഥവാ ജാറങ്ങളെ ഒഴിവാക്കുകയാണെങ്കിൽ, തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജാറങ്ങളെ ഒഴിവാക്കുകയാണെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കൊടുക്കുകയാണെങ്കിൽ, ഫഹുവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഖൈറാണ്. ഫഇൻ തവല്ലൈതും, ഇനി അതല്ല നിങ്ങൾ ജാറവുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് പരിപാടിയെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അന്നക്കും ഗൈറു മുഅ്ജിസില്ല, അള്ളാഹിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഫബശ്ശിരിൽ കാഫിരീൻ ഫബശ്ശിരില്ലദീന കഫറൂ ബിഅദാബിൻ അലീം. കാഫിരീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, കടുത്ത ശിക്ഷയുണ്ടെന്ന്. ഏതാണ് കാഫിരീങ്ങൾ? ഏതാണ് കാഫിരീങ്ങൾ? പറഞ്ഞാൽ മതി, നമുക്ക് നമ്മൾ തിരുത്താൻ തയ്യാറാണ്. നമ്മൾ പഠിക്കുന്ന സലഫിയാണ്, വിദ്യാർത്ഥിയാണ്. പറഞ്ഞാൽ തിരുത്തും ഞാൻ. ആ കാഫിരീങ്ങൾ ആരാണ്? ഹജ്ജിന് പോയ ഹാജിമാർ, അവരല്ലേ അള്ളാഹു കാഫിർ എന്ന് പറഞ്ഞത്? ഉംറ ചെയ്യുന്ന മുഅ്തമിരീങ്ങളല്ലേ അള്ളാഹു തആല കാഫിർ എന്ന് വിളിച്ചത്? കഅബാലയത്തിൽ മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കുന്ന നിസ്കാരക്കാരെയല്ലേ അള്ളാഹു തആല കാഫിർ എന്ന് വിളിച്ചത്? എങ്കിൽ വർത്തമാന കാലഘട്ടത്തിൻ്റെ ഹജ്ജ്, അതെ, ആ ഹജ്ജ് അദാനും മിനല്ലാഹി ആയിരിക്കണം. അങ്ങനത്തെ ഒരു ഹജ്ജും കൂടി വരികയാണ്. അള്ളാഹു തആല കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ അറിയാനൊക്കെ തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇന്ന് ഷഹീറുദ്ദീൻ മൗലവി ആയിരുന്നു ക്ലാസ് നടത്തുന്നത്. ഞാൻ പിന്നെ ഇങ്ങനെ ഹജ്ജിൻ്റെ ഒരു ഒരുക്കവും കൂടി ഉണ്ട്. നാളെ മറ്റന്നാളെ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഒന്ന് പുറപ്പെടണം. അങ്ങനെ അവൻ ഷഹീർ മുങ്ങി ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ തന്നെ അങ്ങ് പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. ഒരുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു ഷഹീർ. പിന്നെ എനിക്ക് പിന്നെ ഒരുക്കമൊന്നുമില്ല. ആയുധം ബീസ്മിയും കുട്ടി അങ്ങ് തുടങ്ങലാണ്. എന്തോ ഒരുക്കം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യിൻ. മഖ്ബൂലായ മബ്റൂറായ ഹജ്ജ് നിർവഹിക്കാൻ ആഫിയത്ത് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ആയുസ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ റാഹത്തോട്ട് മടങ്ങി വരാൻ.
ഇല്ലെങ്കിൽ സന്തോഷമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ. എന്താണോ ഖൈർ അതിനുവേണ്ടി നിങ്ങൾ ചോദിച്ചേ. ഇൻഷാ അല്ലാഹ്. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ